ത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബാല്യം സഫലമാവണം എല്ലാവരുടെയും ആഗ്രഹമാണ്. ആ ബാല്യം സഫലമാവാൻ വേണ്ടിയാണ് ഇവിടെ ഇന്ന് രാമായണ മത്സരമൊക്കെ നടത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് രാമനും സീതയുടെയും ചിത്രം ഉണ്ടാക്കിയിട്ട് അതിന് നിറം കൊടുക്കുക എന്ന് മാത്രമാണ് അവരോട് പറഞ്ഞതെങ്കിലും ആ നിറം ചെന്ന് ചേർന്നത് ഈ കടലാസിൽ മാത്രമല്ല, അവരുടെ മനസ്സിലും കൂടിയാണ്. രാമനും സീതയുമായി സ്വയം മാറാതെ ആർക്കും അതിൽ ചിത്രം ചേർക്കാൻ പറ്റില്ല, ചിത്രത്തിൽ നിറം കൊടുക്കാൻ പറ്റില്ല. നാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രാമനായി മാറുമ്പോഴാണ് നമ്മുടെ വർണ്ണം ആ രാമന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബാല്യം സഫലമാവാൻ വേണ്ടി ചെയ്ത 1-2 പ്രവർത്തനങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ നടന്ന പുരസ്കാര സമർപ്പണവും മറ്റുമൊക്കെ. അപ്പോൾ അങ്ങനെ ബാല്യം സഫലമാവണം എന്ന ഇച്ഛ സകല മനുഷ്യർക്കുമുണ്ട്. നമ്മുടെ വരാൻ പോകുന്ന തലമുറ അവർ മോശക്കാരായിക്കൂടാ, നമ്മക്കാൾ നന്നാവണം. ആ ആഗ്രഹം ഇല്ലാത്തവരായ ആരുമില്ല. അപ്പോൾ നിലവിൽ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇന്ന് നമ്മുടെ ബാല്യത്തിന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെയാണ് നമ്മൾ ഇടപെടേണ്ടത്? അത് ആരാണ് ഇടപെടേണ്ടത്? ഇത്തരം ചില ചോദ്യങ്ങളിലൂടെയുള്ള അന്വേഷണം മാത്രമാണ് ഏതാനും നിമിഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണം. ഒരു ഉദാഹരണ കഥയിലൂടെ തുടങ്ങാം. വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞ കാര്യമാണ്. അവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു ചെറിയ കത്ത് കിട്ടി. ആ കത്ത് ക്ലാസ് ടീച്ചർ അത് വാങ്ങിയപ്പോൾ അത് ഗൗരവമുള്ളതാണ് എന്ന് തോന്നിയത് കൊണ്ട് പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചു. കത്ത് വേറൊന്നുമല്ല, അവൻ്റെ സഹപാഠിയും ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്നയാളുമായ മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ, കിഡ്നാപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കത്ത് തയ്യാറാക്കിയിരിക്കുകയാണ്. കിഡ്നാപ്പ് ചെയ്യാൻ അങ്ങനെ എഴുതിയിരിക്കുന്നു, പക്ഷേ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്. കിഡ്നാപ്പ് എന്നൊക്കെ 3ാം ക്ലാസ്സുകാരൻ എങ്ങനെ എഴുതും നമ്മൾ നോക്കാം. പക്ഷെ അതിനെ അത്ഭുതപ്പെടുത്തുന്ന സംഗതി, ആ കുട്ടി ഇറങ്ങേണ്ടുന്ന ബസ് സ്റ്റോപ്പ്, അതിനടുത്തുള്ള വെയിറ്റിംഗ് ഷെഡ്, എതിർവശത്തുള്ള ട്രാൻസ്ഫോർമർ, ഇതൊക്കെ അടയാളങ്ങളായി കൃത്യമായി വരച്ചിട്ട് ഇവിടെ ഇറങ്ങുന്ന ഇന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകണം എന്ന കൊട്ടേഷൻ കത്ത് തയ്യാറാക്കിയാണ്. ആർക്കാണ് ഈ കൊട്ടേഷൻ കൊടുക്കേണ്ടതെന്ന് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കത്ത് തയ്യാറാക്കി കയ്യിൽ വെച്ചിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. കാരണം അത്രമാത്രം പക, ദേഷ്യം കൂടെ പഠിക്കുന്ന കൂട്ടുകാരനോട് ഈ കുട്ടിക്ക് ഉണ്ട്. എങ്ങനെയുണ്ടായി? നമ്മളൊക്കെ ആണെങ്കിൽ ആ പ്രായത്തിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ ഭയങ്കരമായ ദേഷ്യം വന്നാൽ, കൂട്ടുകാരനെ ദേഷ്യം വന്നാൽ, എൻ്റെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ ചിന്തിക്കും അവനെ ഉറുമ്പ് കടിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അതിൽ കൂടുതൽ നമ്മളെ കൊണ്ട് പറ്റില്ല. ഉറുമ്പ് കടിക്കണേ, അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവനെ ഉറുമ്പ് കടിക്കണേ, ഉമ്മാക്കി പിടിക്കണേ എന്നൊക്കെ നമ്മൾ പറയാം. അല്ലെങ്കിൽ കൂടിപ്പോയാൽ പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്യുമായിരുന്നു, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ, പച്ചപ്പുല്ലേ താമരപ്പുല്ലേ നിന്നോടുള്ള കൂട്ടും വെട്ടി, ഇങ്ങനൊരു സംഭവം. അതാണ് ഇരുന്ന് നമ്മുടെ ബാല്യം. ശരിക്കും പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നാളെ അവന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചാമ്പയ്ക്കായുടെ മുറിയോ ഒക്കെ കൊണ്ടുവരുമ്പോൾ വീണ്ടും ഒരുമിച്ച് കൂട്ടാവുന്ന ഈ ഒരു സംഗതിയിൽ കൂട്ടുകാരനെ മറ്റൊരാൾ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണം കുട്ടിയുടെ മനസ്സിൽ നടക്കുന്നു. തമാശയായിട്ടാണ് ഇത് കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്നത് 3ാം ക്ലാസ്സുകാരൻ്റെ കൗതുകം നിറഞ്ഞ ഒരു കുസൃതി എന്ന് തോന്നാം. പക്ഷെ അവൻ്റെ മനസ്സിൽ കൃത്യമായി രൂപപ്പെടുന്ന ഒരു പ്ലാൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഗൗരവമുള്ളതായി മാറുന്നു. ഒരു ഇരുട്ട് അവൻ്റെ ഉള്ളിലുണ്ട്. എങ്ങനെയുണ്ടായി ആ ഇരുട്ട്? എവിടെ നിന്ന് കിട്ടി ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ? ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇതൊരു ഉദാഹരണം. വേറൊന്ന്, കഴിഞ്ഞ ഈ ഞായറാഴ്ച മാവേലിക്കരയിൽ ഗോകുല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ നിശ്ചയിച്ചിരുന്നു. ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമോളുണ്ട്. കയറി ചെന്നപ്പോൾ തന്നെ നമസ്തേ പറഞ്ഞിട്ട് അകത്തോട്ട് കയറിയപ്പോൾ പറഞ്ഞു, മാമ ഞാനൊരു കവിത പഠിച്ചിട്ടുണ്ട്, ചൊല്ലട്ടെ? ഓ സന്തോഷം. അപ്പോൾ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയാണ്. 4ാം ക്ലാസ്സുകാരുടെ ശബ്ദത്തിൽ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നുള്ള കവിത മുഴുവൻ അവൾക്കറിയാം, കാണാതെ ചൊല്ലുകയാണ്. നല്ല അത്യാവശ്യം ഈണമൊക്കെ ഉണ്ട്. ഇപ്പം ചപല കാളിന്തിതൻ കരയിൽ അങ്ങോട്ട് ചൊല്ലുന്നുണ്ട് ഗംഭീരമായിട്ട്. അപ്പോൾ അതിനുശേഷം സന്തോഷമൊക്കെ പറഞ്ഞു, കൊള്ളാം, മിടുക്കിയാണ്, നന്നായി വരും എന്നൊക്കെ പറഞ്ഞു ഇനി ഒരു കവിതയോടെ ഉണ്ട്. ഏതാ? ഗോതമ്പ് മണികൾ, ONVയുടെ ഗോതമ്പ് മണികൾ, അതും ചൊല്ലി. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഭക്ഷണം കഴിക്കണ്ടേ? ഇത് കേട്ടിട്ട് കഴിച്ചാൽ കുട്ടിയുടെ നിർബന്ധമാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ സാധനവും അവൾക്ക് തന്നെ എടുത്ത് നമുക്ക് വിളമ്പി തരണം, ഉപ്പ് തൊട്ട് ഓരോന്നും. ഞാൻ വിളമ്പാം മുന്നേ നിൽക്കുകയാണ്. എന്നിട്ട് അതിനിടയ്ക്ക് പറഞ്ഞ്, ഞാൻ കിഷ്കിന്ധാകാന്ഡം വായിച്ചത് യൂട്യൂബിലുണ്ട്, അതൊന്ന് കാണട്ടെ. അപ്പോൾ സ്വയംപ്രഭാഗതി എന്ന് പറയുന്ന ഭാഗം താരതമ്യേന കട്ടിയുള്ള ഭാഗമാണ്. അത് ഈ 4ാം ക്ലാസ്സുകാരി കുട്ടി വായിച്ചിരിക്കുന്നു.
അത് വായിച്ചതിൻ്റെ യൂട്യൂബിൽ കിടക്കുന്നു. അപ്പോൾ വലിയ സന്തോഷം തോന്നി. നിങ്ങൾക്കും ആ സന്തോഷം തോന്നിയിട്ടുണ്ടാവും. മുമ്പ് പറഞ്ഞ കഥയും ഈ കഥയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ മോളെ പഠിപ്പിച്ചത്? പഠിപ്പിച്ചത് അധീന ചേച്ചിയാണ് പഠിപ്പിച്ചത്. അധീന ചേച്ചി ആരാണെന്ന് ഞാൻ വീട്ടുകാരോട് ചോദിച്ചാൽ പറഞ്ഞു, യൂട്യൂബിലെ ഏതോ ഒരു ചേച്ചിയാണ്. പക്ഷേ യൂട്യൂബിലെ ആ ചേച്ചിയുടെ പാരായണം കേട്ട് 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 ഇവൾ അത് പിന്തുടരാനായിട്ട് തീരുമാനിക്കുന്നു. പലതരത്തിലുള്ള ഗെയിമുകളും പലതും ഉണ്ട് ഇതിൽ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇതുമുണ്ട്, പുരാണ പാരായണമുണ്ട്, സ്വാമിമാരുടെ സത്സംഗമുണ്ട്, ഒക്കെ ഉണ്ട്. ഏത് കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കുട്ടി ഇത് കേൾക്കുന്നു, ആ വീട്ടുകാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ നിലയ്ക്ക് ആ കുട്ടിയിൽ അത്യാവശ്യം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു 4-5 കവിതകൾ ചൊല്ലാനറിയാം. ചൊല്ലാനറിയാമെന്ന് പറഞ്ഞാൽ ഒരു വരിയല്ല, പൂർണ്ണമായി ചൊല്ലാനറിയാം. എന്ന് മാത്രമല്ല അത്യാവശ്യം രാമായണം വായിക്കാൻ സാധിക്കുന്നു. ഇത് സഫലമായ ഒരു ബാല്യത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് സഫലമാവാതെ പോകാൻ സാധ്യതയുള്ള ബാല്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ എങ്ങനെയാണ് ബാല്യം സഫലമാവേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയ ഒരു രണ്ടും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്ന ഒരു നിദർശനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പുതിയ ബാല്യം. അവർക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഇൻ്റലിജൻസ്, ബുദ്ധിയുണ്ട്. പക്ഷെ ബുദ്ധി കൊണ്ട് മാത്രം വിജയം ഉണ്ടാവില്ല. ബുദ്ധി എല്ലാവർക്കും ഈശ്വരൻ ഒരുപോലെ തന്നിട്ടുണ്ട്. ബുദ്ധിയുടെ കൂടെ വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധയിൽ ഇന്നത്തെ തലമുറയ്ക്ക് കാര്യമായ അപാകത സംഭവിച്ചിട്ടുണ്ട്. ശ്രദ്ധ 3 തരത്തിലുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറയും. ശ്രദ്ധ ത്രയ വിഭാഗ യോഗം എന്നൊരധ്യായമുണ്ട്. അത് 3 തരത്തിലുള്ള ശ്രദ്ധ ഓരോ വ്യക്തിക്കും ഉണ്ടാവാം. ബുദ്ധിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. സർ ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും നമ്മുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനും ഒരേ ബുദ്ധിയാണുള്ളത്, സംശയമില്ല. പക്ഷേ ബുദ്ധി ഒരുപോലെ ആയതുകൊണ്ട് കാര്യമില്ലല്ലോ. ശ്രദ്ധയില്ലെങ്കിൽ ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. കിണറ്റിൽ വെള്ളമുണ്ട്, കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പക്ഷെ ഇപ്പോൾ കോരുന്നില്ലല്ലോ, പൈപ്പിലാണ്. അതുകൊണ്ട് കോരുന്ന ആ ഉദാഹരണത്തിലേക്ക് പോയാൽ, കോരാൻ ഉപയോഗിക്കുന്ന ബക്കറ്റ് അല്ലെ തൊട്ടി ഉണ്ടല്ലോ, ആ തൊട്ടിയുടെ അളവിലല്ലേ അതിൽ കയറുള്ളൂ. ഈ തൊട്ടി ശ്രദ്ധയാണെങ്കിൽ കിണറ് ബുദ്ധിയാണ്. ബുദ്ധി എല്ലാവർക്കും ഒരുപോലെ, പക്ഷെ ഓരോരുത്തരും അവരവരുടെ തൊട്ടിയും കൊണ്ട് വന്ന് കോരിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ അളവിലുള്ള വെള്ളം മാത്രമല്ലേ കയറുള്ളൂ. ശ്രദ്ധ, ആ ശ്രദ്ധയുടെ കാര്യത്തിൽ നമ്മൾ പുതിയ തലമുറയെ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ബുദ്ധി ഉണ്ട്, ആ ബുദ്ധിയുടെ അപ്പോൾ ശ്രദ്ധ ഞാൻ പറഞ്ഞു 3 തരത്തിലുണ്ട്. സാത്വികം, രാജസം, താമസം. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൽ സാത്വികമായ ശ്രദ്ധ ഉണ്ടാവാതെ പോകുന്നു എന്നുള്ളതാണ് ബാല്യം സഫലമാവാതിരിക്കാനുള്ള കാരണം. രാജസവും താമസവുമായ ശ്രദ്ധയുണ്ടാവുന്നു. എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ 2000-ന് മുമ്പ് ജനിച്ചവരും 2000-ന് ശേഷം ജനിച്ചവരും എന്നൊരു വിഭജനം നമ്മളൊന്ന് നോക്കൂ. നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ 2000-ന് മുമ്പ് ജനിച്ചവരാണ്. 2000-ന് ശേഷം ജനിച്ചതാണ് കുട്ടികൾ. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ 2000-ന് മുമ്പ് ജനിച്ചവരാണ്. പഠിക്കുന്ന കുട്ടികളൊക്കെ 2000-ന് ശേഷം ജനിച്ചവരുമാണ്. 2 സഹസ്രാബ്ദങ്ങളുടെ മനസ്സാണ് ഇവർക്കുള്ളത്. എനിക്കുള്ള മനസ്സല്ല എൻ്റെ കുട്ടിക്കുള്ളത്. എൻ്റെ കുട്ടി 2010-ലാണ് ജനിച്ചത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പുതിയ നൂറ്റാണ്ടിൻ്റെ, പുതിയ സഹസ്രാബ്ദത്തിൻ്റെ കുട്ടിയാണ്. ഞാനോ പഴയ ആളാണ്. അപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. എനിക്കിഷ്ടമുള്ളതല്ല എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളല്ല അവരുടെ പ്രിയപ്പെട്ട പാട്ടുകൾ. അങ്ങനെ മാറ്റം വരാം. പക്ഷേ മാറ്റം വന്നാലും മാറരുതാത്ത ചില കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതിൽ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പ് വരെ സാധാരണ നമ്മുടെ വീട്ടിലെ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. എല്ലാ ദിവസവും ഒന്നും മാംസഭക്ഷണം ഉണ്ടാവില്ല. ഉണ്ടാവും, പക്ഷെ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മത്സ്യം ഒരു പക്ഷെ കോമൺ ആയിട്ട് കണ്ടേക്കാം. പക്ഷെ മാംസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹൈന്ദവ ഭവനങ്ങളിൽ അത് കഴിക്കാത്തവരല്ല, കഴിക്കും. പക്ഷെ അതിനൊരു ചെറിയ ഒരു മാറ്റിവെക്കലുണ്ട്. ഇന്ന് വേണ്ട, ഇന്ന് 1-ാം തീയതിയാണ്, ഇന്ന് വേണ്ട, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് വേണ്ട, ഇന്ന് വ്യാഴമാണ്, ഇന്ന് വേണ്ട. അങ്ങനെയൊക്കെ ചില കണക്ക് കൂട്ടലുകളുണ്ട്. അഥവാ വെക്കുന്നെങ്കിലും അടുക്കളയിലെ അടുപ്പിൽ വേണ്ട, പുറത്ത് വെക്കാം. അങ്ങനെ കാരണം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ 2 സ്ഥലങ്ങൾ, ഒന്ന് വിളക്ക് വെക്കുന്ന നമ്മുടെ ആരാധനാ സ്ഥലമാണെങ്കിൽ 2 അടുക്കളയാണ്. ഈ 2 സ്ഥലത്തും ശുദ്ധി ശ്രദ്ധിക്കുവാൻ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. അശുദ്ധമാവാനുള്ള ഒരു സാഹചര്യം അടുക്കളയിലും ഇവിടെയും നമ്മൾ അനുവദിക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉള്ളത് കൊണ്ടാവാം അടുക്കളയിൽ വെച്ച് ഇത് പാകം ചെയ്യില്ല. ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ കഥയോ, ഇന്ന് കുട്ടികളുടെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ എല്ലാ ദിവസവും കാണും.
കഴിഞ്ഞ ദിവസം ബാലഗോകുലത്തിൽ വന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, രാവിലെ എന്താ കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ചപ്പാത്തി, കൂടെ എന്താ ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. കോമൺ ആണ്, സാധാരണ നിലയിലാണുള്ളതാണ്. അപ്പൊ ഞാനതിനെ എതിർക്കുകയൊന്നുമല്ല കേട്ടോ, മാംസഭക്ഷണത്തിനെ എതിർക്കുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷേ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഈ മാംസത്തിന്റെ ആധിക്യം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. തിരുവനന്തപുരത്തേക്ക് ഇവിടെ നിന്ന് പൊൻകുന്നത്ത് തിരുവനന്തപുരത്തേക്ക് നമ്മൾ കാറിൽ രാത്രി പോവാണെന്ന് വിചാരിച്ചോളൂ. രണ്ട് സൈഡിലും, റോഡിന്റെ രണ്ട് സൈഡിലും തട്ടുകട എന്നുള്ള പേരിൽ നടക്കുന്ന ഭയങ്കരമായ മാംസക്കച്ചവടം നമുക്ക് കാണാൻ സാധിക്കും. ഏത് കടയിൽ, ഞാനൊരു വെജിറ്റേറിയനായി പോയത് കൊണ്ട് എനിക്കൊരു 10-12 കട കയറിയാലേ ഒരു ദോശ കിട്ടാൻ സാധ്യതയുള്ളൂ. പണ്ട് തട്ടുകടയിലൊക്കെ ദോശയായിരുന്നു, ഇപ്പൊ ദോശയില്ല, മറ്റു പലതുമാണ്. അപ്പോൾ അതും ഭാരതീയമായ പേരുകൾ പോലുമല്ല, വൈദേശികമായ മാംസഭക്ഷണങ്ങൾ പലതരത്തിലുള്ള പല രൂപത്തിൽ ഇങ്ങനെ വരുന്ന അതിൻ്റെ പിന്നാലെയാണ്. കുട്ടികൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അത് മതി. പലതരത്തിലുള്ള മന്തികളുണ്ട്, അതുണ്ട്, അങ്ങനെ പലതും അറേബ്യൻ പേരുകളുള്ള പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. അതിൻ്റെ പിന്നാലെ അപ്പം നമ്മുടെ ടേസ്റ്റ്, രുചിയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല, നമ്മുടെ പാരമ്പര്യവുമല്ല. കുട്ടികളുടെ രുചിയെ നിയന്ത്രിക്കുന്നത് വിദേശ കമ്പോളങ്ങളാണ് എന്ന സ്ഥിതി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാബിറ്റിലുണ്ടായ ചേഞ്ച്, അതുകൊണ്ടാണ് കുട്ടിയിൽ അത്രമാത്രം വയലൻസ് ഉണ്ടാവുന്നത്. 1-2 തവണ ഭക്ഷണം കഴിച്ചുകൊണ്ടല്ല ഞാൻ പറയുക. ഇതൊരു ശീലമായി കഴിയുമ്പോൾ ആ ശീലത്തിൽ നിന്ന് രൂപപ്പെടുന്ന മനസ്സ്, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വയലൻസ് ഉണ്ടാവും. അതൊന്ന്. രണ്ടാമത്തെ ഒരു സംഗതി നോക്കൂ, പാട്ടുകൾ. ഇപ്പോൾ ഇവിടെ ഇതിനു ശേഷം മാനസ ജപലഹരി നടക്കും. നമുക്ക് ആ പാട്ട് ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ആ ജപത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ലഹരി നമുക്കുണ്ടാവും. പക്ഷെ ഇത്തരത്തിലുള്ള പാട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സിനിമാ പാട്ട്, പണ്ടത്തെ വയലാറിൻ്റെയോ അല്ലെങ്കിൽ പി ഭാസ്കരൻ മാഷിൻ്റെയോ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത്തരം പാട്ടുകൾ വേണ്ടല്ലോ. വേണ്ടത് എത്തരം പാട്ടുകളാണെന്ന് നമുക്ക് അറിയാം. അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നോക്കൂ. ഒരു സ്കൂൾ അധ്യാപകൻ കൂടി ആയതുകൊണ്ട് കുട്ടികളെ ടൂറ് കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങോട്ട് വെക്കുന്ന ആദ്യത്തെ ഡിമാൻഡ് എന്താണെന്നറിയുമോ? ഞങ്ങളുടെ ഫോണിൽ കുറച്ച് പാട്ടുണ്ട്, ആ പാട്ടിടാൻ സമ്മതിക്കണം. ആ പാട്ടിടാൻ സമ്മതിക്കണം. വേറെ കാഴ്ചകളൊന്നും കാണണമെന്നില്ല, എവിടെ പോകണം അതൊന്നും പ്രശ്നമല്ല. വേണ്ടത് അടിപൊളി വണ്ടി വേണം, പുകയൊക്കെ വരുന്ന സൈസ് വണ്ടി വേണം. അതിനുള്ള പേരുകളൊക്കെ ഹിംസ്ര മൃഗങ്ങളുടെയൊക്കെ പേരുകളൊക്കെ ആവാം. അങ്ങനെയാണ് വന്യമായ പേരുകൾ, വന്യമായ താളം, വന്യമായ ആസുരികമായ തുള്ളല്, ഇതെല്ലാം കൂടി ചേർന്നത് മതി. അപ്പോഴാണ് രസം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതിൻ്റെ ചലനങ്ങളും അതിൻ്റെ ഭാഷയും ലൈംഗിക ചുവയുള്ളതാണ്. അതിൻ്റെ ചലനങ്ങൾ ഓരോന്നും നമ്മുടെ ഉള്ളിലെ കാമാസക്തിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. DJ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പാട്ടുകൾ, ആ പാട്ടുകൾ വന്ന് നമ്മുടെ ആഘോഷങ്ങളിലും വന്നു. നമ്മുടെ രാധയും കൃഷ്ണനെയും ഒക്കെ ആ രീതിയിൽ സ്പീഡ് കൂട്ടി DJ ആക്കി കൊണ്ടുപോയാൽ ഒരു സുഖമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊരു ട്രെൻഡ് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതിൻ്റെ അപ്പോൾ നോക്കൂ, ഈ കഴിഞ്ഞ സമയത്ത് SLC പരീക്ഷയുടെ 2 ദിവസം മുമ്പ് ഒരു DJ പാട്ടിൽ തുടങ്ങിയ വിഷയമാണ് സഹപാഠിയെ തല്ലിക്കൊല്ലാൻ കാരണമായത്. അവിടെ പാട്ട് വെച്ചതിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമാണ് ആ ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടായത്. അപ്പോൾ ഈ പാട്ടും മുമ്പേ പറഞ്ഞ ഭക്ഷണവും ഈ പാട്ടും കൂടി ചേർന്നുണ്ടാക്കുന്ന മനസ്സ്, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ 2 D ഞാൻ പറഞ്ഞു. ഒന്ന് ഡൈനിങ് ആണെങ്കിൽ, രണ്ടാമത്തെ DJ ആണ്. ഇനി മൂന്നാമത്തെ D ഡേറ്റയാണ്. പണ്ട് 30 വർഷം മുമ്പ് ഡേറ്റ ഇല്ലല്ലോ. ഇപ്പോഴ് ആ ഡേറ്റ ഉപയോഗം കൂടുതലാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും എത്ര GB ഡേറ്റ ഭക്ഷിക്കുന്നവരാണ്. നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഈ ഫോണിൻ്റെ ഉപയോഗവും ദുരുപയോഗവും ഒന്നുമല്ല ഞാൻ പറയാൻ വരുന്നത്. അതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു ചെറിയ വ്യത്യാസം പറയാം. ഞങ്ങൾ BEdനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇവിടെയുള്ളവർ BEdും TTC ഒക്കെ പഠിക്കുന്ന സമയത്ത് തിയറിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞ ശ്രദ്ധ എന്ന വാക്കാണ്, ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് 14 മിനിറ്റാണ്. 14 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നതൊന്നും ആ കുട്ടിയുടെ തലച്ചോറിൽ കയറണമെന്നില്ല. അതുകൊണ്ട് 14 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടികളെ എഴുന്നേൽപ്പിച്ച് ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് പറയണം എന്ന് സാറുമാരെ പഠിപ്പിക്കും. അത് നമുക്കറിയാം. 14 മിനിറ്റേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഓഡിയൻസ്, ഇപ്പം ഞാൻ 14 മിനിറ്റ് ആയോ എന്ന് എനിക്കറിയില്ല, പലരും അസ്വസ്ഥമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 14 മിനിറ്റ് എന്നുള്ളൊരു കണക്കാണ്. പക്ഷേ ഈ കോവിഡിന് ശേഷം നടത്തിയ ഒരു സർവേയിൽ ഈ 14 മിനിറ്റ് എന്നുള്ളത് കുറഞ്ഞു. എത്ര കുറഞ്ഞു എന്നറിയാമോ? 30 സെക്കൻഡാണ്
ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കുവാൻ പറ്റുന്ന അളവ് 30 സെക്കൻഡാണ് എന്ന് വന്നിരിക്കുന്നു. ഈ 30 സെക്കൻഡ് എന്തുകൊണ്ട് എന്ന അന്വേഷണത്തിന് ഉത്തരം തന്നത് 30 സെക്കൻഡാണ് പരമാവധി ഒരു റീലിൻ്റെ സമയം. അതുകൊണ്ട് റീലുകൾ കണ്ട് തലച്ചോറ് ആ നിലയ്ക്ക് കണ്ടീഷൻ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് 30 സെക്കൻഡിൽ കൂടുതലുള്ളതൊന്നും അത് താങ്ങില്ല. അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്കും ഉണ്ടാവാം ഇത്തരം വൈകല്യങ്ങൾ, സംഭവിച്ചിട്ടുണ്ടാവാം ഇതിൻ്റെ ഇടപെടലിലൂടെ. അപ്പോൾ പണ്ട് ഒരു TV നമ്മൾ രാമായണം സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കൊരു പരസ്യം വന്നു, നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, പരസ്യം കാണുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ TV-യിൽ അതല്ല, അടുത്ത ചാനൽ നമുക്ക് വെക്കാം. ഇനി അതല്ല, ഫോണാണെങ്കിൽ നീക്കി ദൂരെ എറിയാം. ഈ പ്രഭാഷണം നീക്കി ദൂരെ എറിയാമായിരുന്നെങ്കിൽ ഇതിൽ എത്ര പേര് ഇപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടാവണം. ഇതങ്ങനെ പറ്റാത്തത് കൊണ്ട് കേട്ടിരിക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ ഒരു ചോയ്സ് നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇന്ന് അങ്ങനെ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഏത് നല്ല ക്ലാസ് ആണെങ്കിലും, ഏത് നല്ല കഥയാണെങ്കിലും, ഏത് നല്ല കളിയാണെങ്കിലും അവർക്ക് മടുക്കും എന്ന സ്ഥിതി വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ബ്രെയിൻ ഡോപ്പിംഗ് എന്ന മാരകമായ അസുഖത്തിൻ്റെ ആരംഭമാണിത്. അത് നമുക്കുണ്ടോ എന്നറിയാൻ 3 പരീക്ഷണം. ഒന്ന്, വോയിസ് മെസ്സേജുകൾ വരുമ്പോൾ അത് അതിൻ്റെ നോർമൽ സ്പീഡ് 1 അതിനെ കൂട്ടി 1.5 2 ആക്കി കേൾക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ ഡോപ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ആ സ്പീഡ് കൂട്ടുന്നത് ആകെ 30 സെക്കൻഡോ 40 സെക്കൻഡോ ഉള്ള ഒരു വോയിസ് ആണ്. പക്ഷെ ആ 40 സെക്കൻഡ് സഹിക്കാൻ പറ്റില്ല. അത് അങ്ങനെ നോർമൽ കേട്ടാൽ 40 സെക്കൻഡ് കൊണ്ട് തീരും. അത് പറ്റില്ല, അത് 15 സെക്കൻഡ് കൊണ്ട് കേൾക്കണം. അതിപ്പോൾ അതിനെ എന്ത് ചെയ്യുക, അതിനെ ചുരുക്കുക, കംപ്രസ് ചെയ്യുക, അങ്ങനെ കേൾക്കുക. ഈ രീതിയിലേക്ക് ഇന്ന് കുട്ടികളുടെ മുഴുവൻ കേൾവി രൂപം മാറിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷയുടെ തലേദിവസം വരെ നിങ്ങൾ ഒന്നും പഠിക്കേണ്ട, നടന്നോളൂ. പരീക്ഷയുടെ തലേദിവസം ഞങ്ങൾ നിങ്ങളുടെ ഇടിച്ചു കയറ്റാം. ബ്രെയിൻ സ്റ്റോമിംഗ് പോലെ ഒരു പുതിയ ഇഷ്ടംപോലെ ചാനലുകളുണ്ട്. ആ ചാനലുകൾ എന്ത് ചെയ്യും, കുട്ടി ഇങ്ങോട്ട് വയ്ക്കും, ബയോളജിയാണ് പരീക്ഷ, ബയോളജിയുടെ കുറേ സാധനം ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ ഇത് പഠിക്കൂ, മറ്റൊന്നും നോക്കണ്ട, ഇത് പഠിക്കൂ, ഇങ്ങനെ പറഞ്ഞ് കയറ്റി റെഡിയാക്കി വെക്കും. അവർ സ്പീഡിൽ പറയും. കുട്ടിക്ക് ആ സ്പീഡുമായിട്ട് ട്യൂൺ ചെയ്യപ്പെട്ടു. കുട്ടി അങ്ങനെ ഇരിക്കും, അവനങ്ങനെ തല പെരുത്തു പോകും. എന്നിട്ട് പേപ്പറിൻ്റെ മുമ്പിലോട്ട് പോകുന്ന അത് മുഴുവൻ അങ്ങോട്ട് വിസർജിച്ച് വെക്കും. ആശ്വാസം, വേറൊരു കുഴപ്പമില്ല. എന്താ, പിന്നെ ആ ബയോളജിയെക്കുറിച്ച് ഒന്നും അറിയില്ല. തലേ ദിവസം കുത്തിക്കയറ്റി നിറച്ചു വെച്ചത് അങ്ങോട്ടിട്ടു, പിന്നെ പോകുന്നു. ഈ രീതിയിലേക്കുള്ള പഠന കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് ബ്രെയിൻ ഡോപ്പിങ്ങിന് കാരണമാകുന്ന ഒരു സംഗതിയാണ്. സാവധാനം, ശാന്തമായി, സൗമ്യമായി പഠിച്ച് ഉറപ്പിച്ച് പഠിക്കുന്ന രീതിക്ക് പറയുന്നുണ്ട്. ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന ക്രമത്തിലാണ് പഠനം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ശ്രവണം, കേൾക്കണം, എന്നിട്ട് മനനം, അതിനെപ്പറ്റി ചിന്തിക്കണം. ഇവിടെ പറയുന്നത് നീ ചിന്തിക്കൊന്നും വേണ്ട, നീ ഇതാ F എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നോക്കിക്കോണം, FX, ഈ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഞാനും കുറെ കേട്ടു നോക്കി. അതുകൊണ്ടാണ് എരച്ചു വരുന്ന ഒരു മഴ പോലെയാണ് ഈ ക്ലാസ്സുകൾ, അവരുടെ ഓൺലൈനിൽ നടത്തുന്ന ക്ലാസ്സുകൾ കാണുന്നത്. അപ്പോൾ ശരിക്കും ഇത് ഒരു ലക്ഷണം. ഏതാ? നമ്മൾ വോയിസ് മെസ്സേജ് വരുമ്പോൾ സ്പീഡ് കൂട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെയിൻ ഡോപ്പിംഗ് ഉണ്ട്. രണ്ടാമത്തെ സംഗതി, ഒരു വീഡിയോ ഫുൾ കാണാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് അത് വലിച്ചു നീട്ടി, അതായത് അത് നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങോട്ട് നീക്കുമ്പോൾ അത് കൂടും. അങ്ങനെ കാണുന്നുണ്ടോ? ഇനി അതുമല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന സമാന വീഡിയോകൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സ്വഭാവമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ മനസ്സ് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അത് ഭാവിയിൽ ചെന്നെത്താവുന്ന സംഗതി എന്ന് പറയുന്നത് മാരകമായ അൾഷിമേഴ്സ് ആണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ രോഗം അൾഷിമേഴ്സ് ആണ് എന്ന് ശാസ്ത്രം സമ്മതിച്ചു കഴിഞ്ഞു. ആ അൾഷിമേഴ്സ് ബാധിക്കുന്നത് 80 വയസ്സ് കഴിഞ്ഞവരെ അല്ല, 23 വയസ്സുകാരനെയും ബാധിച്ചു. മനസ്സിലാക്കണം, 29 വയസ്സുകാരനായ ഒരു വ്യക്തിയുടെ അൾഷിമേഴ്സിൻ്റെ രൂക്ഷമായ ഭാവം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ നേരിൽ കണ്ടിട്ട് വരികയാണ്. അൾഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ആരുടെയും പേര് മറന്നു പോകുന്ന കാര്യമാണെന്നല്ല, പേര് മറക്കലൊന്നും അല്ല. മറിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോയാൽ അവിടെ ഭിത്തിയുണ്ട് എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങ് നടന്നു പോവാണ്, ആ ഭിത്തിയിൽ ചെന്ന് ഇടിച്ചിട്ട് തലയൊക്കെ പൊട്ടുകയാണ്. കയ്യിൽ കിട്ടുന്ന ഒരു സാധനം വായിലേക്ക് കൊണ്ടുപോകാനാണെന്ന അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കയ്യിൽ എന്ത് കിട്ടിയാലും അത് വായിലേക്ക് കൊണ്ടുപോകും. 29കാരൻ കിടക്കുകയാണ്, അവന് മലമൂത്ര വിസർജനങ്ങൾ അവന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കയ്യിൽ പുരണ്ട മലം അവനെടുത്ത് വായിൽ വെച്ച് നുണഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ് പറയുന്നത് അൾഷിമേഴ്സ് ഭീകരമായ അസുഖമാണ്. ഈ അസുഖം വരാനുള്ളതിൻ്റെ ആദ്യത്തെ ആരംഭമാണ് ബ്രെയിൻ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. അത്ര ഭീകരമായ ഒരു സാധനമാണ് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് ആരംഭിച്ചു കഴിഞ്ഞ രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഫ്രാൻസും ജർമ്മനിയും
ഇതിൽ നിന്ന് മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ വ്രതം എടുക്കുന്നവരായിരിക്കുമല്ലോ. വ്രതത്തിന് ഇംഗ്ലീഷിൽ ഫാസ്റ്റിംഗ് എന്ന് പറയും. അവിടെയൊക്കെ ഡേറ്റ ഫാസ്റ്റിംഗ് എന്നൊരു ഹാബിറ്റായി കഴിഞ്ഞു. മാസത്തിലൊരിക്കൽ ഡേറ്റ ഉപയോഗിക്കില്ല എന്ന് നിർബന്ധം എടുക്കുന്നു. എന്ന് മാത്രമല്ല, സർക്കാർ, അവിടുത്തെ ഗവൺമെൻറ് മൊബൈൽ ഉണ്ടാക്കുന്ന കമ്പനിയോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റം അതിനുള്ളിൽ വെക്കൂ. എങ്ങനെ? നമ്മൾ പുതിയ സിം ഇൻസർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതിൻ്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ഇതാണ്: ഏതാണ് നിങ്ങളുടെ ഡേറ്റ ഫാസ്റ്റിംഗ് ഡേ? അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സെലക്ട് ചെയ്തു, ഞാൻ ഫസ്റ്റ് വെനസ്ഡേ എന്ന് സെലക്ട് ചെയ്തു എന്നിരിക്കട്ടെ. എല്ലാ മാസത്തെയും ആദ്യത്തെ വെനസ്ഡേ എൻ്റെ ഫോണിൽ ഡേറ്റ വരില്ല. ഇൻബിൽട്ടായിട്ട് അങ്ങനെ സംവിധാനം ചെയ്യാൻ ഗവൺമെൻറ് മൊബൈൽ കമ്പനിയോട് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട്? ഈ ജനത നശിച്ചു പോകരുത് എന്ന് ആ രാഷ്ട്രം ആലോചിക്കുന്നു. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ഡേറ്റ കിട്ടും എന്ന് പറയുമ്പോൾ, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനിയിലെ സ്കൂളുകൾ ഡേറ്റ ഫ്രീ ആണ്, അവിടെ ഡേറ്റ കിട്ടില്ല. ഫ്രീ ഡേറ്റ അല്ല അവിടുത്തെ കൾച്ചർ, ഡേറ്റ ഫ്രീ കൾച്ചറാണ്. അതായത് ഡേറ്റ കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് മക്കളെ പഠിക്കാൻ അയക്കുന്നു അവിടുത്തെ രക്ഷാകർത്താക്കൾ. അപ്പോൾ ഇത് അപകടമാണ് എന്നുള്ളത് ബോധപ്പെടുത്തുവാൻ മാത്രം. ഇതുകൊണ്ട് ഉപകാരമില്ല, ഇതുകൊണ്ട് മാറ്റി വലിച്ചെറിഞ്ഞേക്കൂന്നല്ല. 4 ഉപയോഗങ്ങൾ ഇതിനുണ്ട്. ആ നാലും ഉപയോഗിക്കാമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു ഉപയോഗം എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. ആശയവിനിമയത്തോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തിക വിനിമയവും ഇതിലൂടെ നടക്കും. അതൊരു ഉപയോഗമാണ്. ഇനി അറിവ് ആർജിക്കാം, വിജ്ഞാനം ആർജിക്കാം എന്നുള്ളൊരു വലിയ ഗുണമുണ്ട് ഇതിന്. അതുപോലെ വിവരം, ഇന്ന് ലോകത്ത് എന്തൊക്കെ നടക്കുന്നുള്ളതിന് വിവരം അറിയാം. അപ്പോൾ വിവരം, വിജ്ഞാനം, വിനിമയം, വിനോദം, ഈ 4 കാര്യങ്ങളാണ് ഇതിനുള്ളത്. പക്ഷെ അതിലെ ഒരു കാര്യം മാത്രമായി നമ്മൾ ഊന്നുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. ഇന്നത്തെ ഒരു ദിവസം, ഇന്നലെ വൈകുന്നേരം ഈ സമയം മുതൽ ഈ സമയം വരെ, ഇത്ര 24 മണിക്കൂറിൽ ഈ 4 ഉപയോഗത്തിൽ ഏത് ഉപയോഗമാണ് കൂടുതൽ നടന്നതെന്ന് ഓരോരുത്തരും പരിശോധിച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിലൊരു സംഗതിയുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം കുറച്ചേ മതിയാവൂ. ഇന്നാണെങ്കിൽ നമ്മൾ കാണുന്ന അരോചകമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ ഇങ്ങനെ നിൽക്കുന്നതാണ്, എല്ലാവരും നീട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും. നമ്മൾ അതിനൊരു അഡിക്ഷനായി കഴിഞ്ഞു, ഭയങ്കരമായ അഡിക്ഷനാണ്. എന്നിട്ടെന്നും എന്താ, എപ്പോഴും എന്നോടൊപ്പം സെൽഫി, എന്നോടൊപ്പം അത് കാണാം, എന്നോടൊപ്പം ഏതൊരു സാധനം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം. ഇതൊരു ശരിക്കും മനം പുരട്ടൽ ഉണ്ടാക്കുന്നുണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആലോചിച്ചോണം, നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ശാകുന്തളത്തിലെ ഒരു സന്ദർഭമുണ്ട്, ഞാൻ പലപ്പോഴും ഓർത്തു പോകും. ഈ ശകുന്തളയെയും കൊണ്ട് മുനികുമാരന്മാർ ഹസ്തിനപുരത്തെ കൊട്ടാരത്തിലേക്ക് വരുന്നു. ആ മുനികുമാരന്മാർ ആദ്യമായി നഗരം കാണുകയാണ്. നഗരത്തിലെ സംഗതി കണ്ടപ്പോൾ ആദ്യം ഒരു മുനികുമാരൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കമൻറ്റ്, ഇത് തീ പിടിച്ച വീട് പോലുണ്ടല്ലോ എന്നാണ്. അവർ കാട്ടിൽ സമാധാനമായിട്ട് കഴിഞ്ഞിരുന്നവരാണ്, അവർ നഗരം കാണും. രണ്ടാമത്തവൻ പറഞ്ഞത്, എണ്ണ തേച്ചിട്ട് കുളിക്കാതെ നിൽക്കുന്നവനെ പോലെ തോന്നുന്നു നഗരത്തെയാണ്. എണ്ണ തേച്ചിട്ട് കുളിക്കാതെ നിൽക്കുന്നവനെ പോലെ തോന്നുന്നു, അറപ്പുണ്ടാക്കുന്നു. കാളിദാസൻ എഴുതിയതാണ്. ഇതേ അറപ്പ് നമുക്ക് തോന്നുന്നുണ്ട് ചെവിയിൽ 2 സാധനവും വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് റോഡിൽ കൂടെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുക. എന്താണിത്? എങ്ങോട്ടാണ് പോവുക? അടുത്ത് നിൽക്കുന്നവനെ തലയ്ക്ക് വന്ന് ഇടിച്ചു കഴിയുമ്പോൾ സോറി എന്നിട്ട് വീണ്ടും പോവുകയാണ്. അറപ്പുണ്ടാവുന്നുണ്ട്. അത് തലയിൽ എണ്ണ തേച്ചിട്ട് കുളിക്കാതെ നിൽക്കുന്നവനെ കാണുമ്പോൾ എന്ന് ശാരദ്വതനെ കൊണ്ട് കാളിദാസൻ പറയിച്ചത് ഓർമ്മ വരുന്നുണ്ട് നമുക്കിത് കാണുമ്പോൾ. അത്രമാത്രം അസ്വസ്ഥതയാണ് ട്രെയിനിൽ കയറുമ്പോഴാണെങ്കിലും എവിടെയും. അപ്പോൾ ഇത് മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. ഇനി നമ്മൾ AI യുഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്നൊരു ബാധ്യത നമുക്കുണ്ട്. എപ്പോഴും ഇതിൻ്റെ പിന്നിൽ അഡിക്റ്റായിട്ടിരിക്കുന്നതിന് പകരം ഇതിനെ ഒരു ടൂൾ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ മൂന്നാമത്തേത് പറഞ്ഞ ഡേറ്റയാണ്. 4ാമത്തെ D എന്ന് പറയുന്നത് ഡ്രഗാണ്. ഈ 3ഉം ഇതിനോട് ചേർന്ന് തന്നെയാണ് കാണുന്നത്. നമ്മൾ ആലോചിച്ചറിയാം, എവിടെയെങ്കിലും ഒരു ഡ്രഗ് കേസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ ഡൈനിങ് ഹാബിറ്റ് എന്തായിരിക്കും. അവർ DJ ഹാബിറ്റ് ഉള്ളവരാണ്, അവർ സ്വാഭാവികമായിട്ട് ഡേറ്റ ഉപയോഗിക്കുന്നവരാണ്. ഇതിലെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. എവിടെ നിന്നാണ് ഈ സാധനം കിട്ടുന്നതെന്നുള്ള വിവരം ഈ ഡേറ്റ വഴിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ് ബ്ലാക്ക് നെറ്റ് എന്നൊക്കെയുള്ള സംവിധാനം, ഏറ്റവും തീവ്രം. ആ ബ്ലാക്ക് നെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡ്രഗ് കടത്തുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം DJ പാർട്ടി നടക്കുന്നിടത്താണ് ഇത് വിതരണം ചെയ്യുന്നത്, അല്ലേ? അവിടുത്തെ ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഒന്നിനെ പിടിച്ചാൽ ബാക്കി എല്ലാം കൂടെ ഒന്നിച്ചാണ് പൊങ്ങുക. അപ്പം ഡ്രഗ് എന്ന് പറയുന്ന സംഗതിയിലേക്കും കൊണ്ടുചെല്ലുന്നത് ഈ ഡൈനിങ്, DJ, ഡേറ്റ ഹാബിറ്റുകളാണ്. ഇനി അടുത്ത ഒന്നുകൂടിയുണ്ട്, അത് ഡിപ്പാർട്ടിങ് ഹാബിറ്റാണ്. വിട്ടുപോകാൻ വലിയ താല്പര്യമുള്ള ഒരു സമൂഹമാണ് ഇന്നുള്ളത്. വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ വീടിൽ നിന്നും നാടിൽ നിന്നും വിട്ടുപോവുക.
സംസ്കാരത്തിൽ നിന്നും വിട്ടുപോവുക. ഇപ്പോൾ പഠിക്കാൻ പണ്ടും പുറത്തു പോയിട്ടുണ്ട് നമ്മളൊക്കെ. പക്ഷെ അത് പഠിക്കാനായിരുന്നു, പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരാനാണ്. ജോലി തേടി അനേകം ചെറുപ്പക്കാർ വിദേശത്ത് പോയിട്ടുണ്ട്. പക്ഷെ അത് ജോലിക്ക് വേണ്ടിയാണ്, അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരും. ഇപ്പോഴത്തെ ട്രെൻഡ് അതല്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ജർമ്മൻ ഭാഷ പഠിക്കുക, ജർമ്മനിയിൽ പോവുക, കാനഡയിൽ പോവുക, അവിടെ ജീവിക്കുക. അവിടെ ജീവിക്കാനാണ്, ജോലി ചെയ്യാനല്ല, ജീവിക്കുക. അവിടുത്തെ പൗരത്വം എടുത്ത് അവിടെ ജീവിക്കുക. ആർക്ക് വേണം ഇവിടെ? പ്രായമാകുമ്പോൾ അച്ഛനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാം, കൊണ്ടുപോയാലായി. അപ്പോൾ പ്രായമായവരുടെ മാത്രം വീട്, നാട് ആയി നമ്മുടെ നാട് മാറുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ വീട് വരെയുള്ള ദൂരം ഒന്ന് നോക്കൂ. അവിടെ എത്ര വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ പ്രായമായവർ മാത്രമായിട്ട് കാണപ്പെടുന്നു. ഈ ചെറുപ്പക്കാരെല്ലാം മറ്റുള്ളിടത്തേക്ക് പോയാൽ, അവിടെ വിദേശ രാജ്യങ്ങളിൽ അടിമപ്പണി ചെയ്യുന്നവരായാൽ, നാളെ ഇതേപോലെ ഇപ്പൊ 18ാമത് ഗണപതി സത്രം നടന്നു. 36ാമത്തെ ഗണപതി സത്രം ആര് നടത്തും? 36ാമത്തെ ഗണപതി സത്രം നടത്താൻ ആരെങ്കിലും ഉണ്ടാവുമോ? എല്ലാവരും പുറത്തു പോവുകയാണ്. എല്ലാവരും അവർക്ക് അവിടെ ജീവിക്കണം. ശരിയാണ്, ജീവിക്കണം. പക്ഷേ ജീവിക്കുന്നത് സ്വന്തം നാട്ടിൽ, ജോലി ചെയ്യുന്നത് വിദേശത്ത്. അങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ നാടുമായൊരു വേരുള്ളവരായി മാറി ഇവിടേക്ക് വരുന്നവരായി, ഇടവേളകളിൽ വന്ന് വിശ്രമിക്കാനല്ല, എൻ്റെ നാട് എൻ്റെ വീട് എന്നുള്ള ഒരു വിധേയത്വത്തോടു കൂടി നമ്മുടെ നാടിനെ കാണുന്നവരായി മാറണ്ടേ. അവരുടെ മക്കൾ മലയാളം പഠിക്കണ്ടേ? അവരുടെ പഠിത്തവും എല്ലാം വെളിയിലാണ്. അവർക്ക് ഈ നാട്ടുകാരെ അറിയണ്ടേ? അയൽവക്കത്തെ കൊച്ചാട്ടനെ, ഇപ്പുറത്തെ ഇച്ചയെ അവർക്ക് അറിയണ്ടേ? അതൊന്നും വേണ്ട. അവരെവിടെയോ വിദേശ പൗരന്മാരായി ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടം വരുന്നു. എന്തിന്? അവിടെ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. എന്തിൻ്റെ സ്വാതന്ത്ര്യം? ഇവിടെ ആവുമ്പോൾ ചില മൂല്യബോധങ്ങളൊക്കെ വേണം. അവിടെ ആ മൂല്യബോധങ്ങൾ വേണ്ട. അപ്പോൾ മൂല്യബോധങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്നതിൻ്റെ കാരണം. ഇവിടെ ആ പഠിത്തം കിട്ടാത്തത് കൊണ്ടല്ല, അവിടെ കുറച്ചുകൂടി സ്വതന്ത്രമായി. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അമ്മ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് യാത്രയാക്കുന്നതും മക്കള് ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ ഫോണിൻ്റെ സിം ഊരിയിട്ട് വേറൊരു സിമ്മൊക്കെ ഇട്ടിട്ട്, അതിനു മുമ്പ് അമ്മയോട് പറയാം, അമ്മ ഇനി അവിടെ ചെന്നിട്ടേ വിളിക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത സിം ഇട്ടിട്ട് അടുത്ത ആളിനെ വിളിക്കുന്നു. പിന്നെ അവിടെ കാണുന്ന ഘോഷമൊക്കെ വേറെയാ. മൂല്യബോധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണം. അതിന് കാനഡ പറ്റും, അതിന് ജർമ്മനി പറ്റും. മൂല്യബോധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അച്ഛൻ്റെയും അമ്മയുടെയും ചൊൽവിളിക്കപ്പുറത്ത്, നാട്ടുകാര് കണ്ടാൽ തിരിച്ചറിയുന്നവരൊന്നുമില്ലാത്ത ഒരിടം, എനിക്ക് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആഘോഷിക്കുവാൻ വേണ്ടിയുള്ളൊരിടം. ഈ നിലയിലേക്ക് പോകുന്ന പ്രവണതയാണ്. അപ്പോൾ മാറിയാലും കാലം കൊണ്ട് എത്ര മാറിയാലും മാറരുതാത്ത നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയെ തകർത്ത് കളയുന്ന തരത്തിലുള്ള ഡൈനിങ് ഹാബിറ്റും DJ ഹാബിറ്റും ഡേറ്റ ഹാബിറ്റും ഡ്രഗ് ഹാബിറ്റും ഡിപ്പാർട്ടിംഗ് ഹാബിറ്റുമാണ് നമുക്കുള്ളത്. ഇതാണ് ബാല്യത്തെ വിഫലമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബാല്യത്തെ സഫലമാക്കാൻ നമ്മൾ ബോധപൂർവം ചില പരിശ്രമങ്ങൾ നടത്തി നമ്മുടെ കുടുംബ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ളതാവണം നമ്മുടെ ഗ്രാമത്തിൻ്റെ മുഴുവനുള്ള ഒരു സമാജ ചേതന എന്ന് പറയുന്നത്. നമുക്കറിയാം, മധുരാപുരിയിൽ കംസൻ ഭരിച്ചിരുന്ന നഗരത്തിൽ സർവത്ര അരാജകത്താണ്. അഥവാ എല്ലാ ബന്ധങ്ങളും അവിടെ അറുത്തു മുറിക്കപ്പെട്ടു. സ്വന്തം അച്ഛനെ ജയിലിലിട്ടിരിക്കുന്നത് പ്രതീകാത്മകമായി കാണണം. അപ്പൊ എന്താ? ബന്ധങ്ങളൊന്നും വിലയില്ലല്ലോ. ഉഗ്രസേനൻ എന്നുള്ള ആള് ജയിലിൽ കിടക്കുകയാണ്. സഹോദരിയുടെ മക്കളെ തലതല്ലി കൊല്ലാം. അപ്പോൾ ആ നിലയ്ക്കുള്ള കുടുംബ ബന്ധങ്ങളോ മൂല്യങ്ങളോ ഒന്നും ബാധകമേ അല്ല. ചാണൂരനും മുഷ്ടികനും എന്ത് മൂല്യം? അടുത്തു വരുന്നതിനെ ഇടിച്ച് താഴെ ഇടുക എന്നുള്ളതാണ് അവരുടെ മൂല്യം. അവിടെ നിൽക്കുന്ന സകല പൂതന അമ്മയെപ്പോലെ വാത്സല്യത്തോടെ കുഞ്ഞുങ്ങളെ മടിയിലെടുത്ത് ചേർക്കുന്നത് വിഷം കൊടുത്ത് കൊല്ലാനാണ് എന്ന് വരുന്നു. യാതൊരു മൂല്യബോധവും ഇല്ലാത്ത നഗരമാണ് മധുരാപുരി. അവിടെ ആയിരുന്നു വളർന്നിരുന്നതെങ്കിൽ അമ്പാടിക്കണ്ണനാവില്ല, മറ്റൊരു കംസനായി മാറിയതിനെ സംശയമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കണം വസുദേവർക്ക് അശരീരി ഉണ്ടായത്, വസുദേവർക്ക് ബോധം കൊടുത്തത്. ഇവിടെ നിന്ന് ഈ കുട്ടിയെ കടത്തണം, എവിടെ കൊണ്ടുപോകണം? അങ്ങ് അമ്പാടിയിൽ കൊണ്ടുപോകണം. അമ്പാടിയിലെ കഥ എന്താ? അമ്പാടിയിലുള്ളവരെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അമ്പാടിയിൽ നന്ദഗോപർക്കെങ്കിലും അറിയാമല്ലോ ഇത് തൻ്റെ കുഞ്ഞല്ല എന്ന്. യശോദയ്ക്ക് അറിയാമോ? നമുക്ക് അറിഞ്ഞുകൂടാ. രണ്ട് കഥയും പറയുന്നുണ്ട്. യശോദയുടെ അറിവില്ലാതെയാണ് പെൺകുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ആൺകുട്ടി ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നു. ഇനി യശോദ സമ്മതിച്ചിട്ടാണെന്ന് പറയും. എന്തായാലും നന്ദഗോപർക്ക് അറിയാം. ആ നന്ദഗോപര് കൃഷ്ണനെ എങ്ങനെയാണ് കണ്ടതെന്ന് നോക്കൂ. അവിടെ സ്വന്തം ചോരയെ തല തല്ലിക്കൊല്ലാൻ മടി കാണിക്കാത്ത കംസനാണെങ്കിൽ ഇവിടെ തൻ്റേതല്ലാത്ത കുട്ടിയെപ്പോലും തന്നോടൊപ്പം ചേർത്ത് വളർത്തുന്നു. അവിടെ ഏത് വീട്ടിലും ഏത് കുട്ടിക്കും കയറി ചെല്ലാം. എല്ലാവരും ഒരുപോലെ, പശുക്കിടാങ്ങളും മാൻകുട്ടിയും എല്ലാം ഒരുപോലെ വളരുന്നു, കളിച്ചുല്ലസിച്ച് വളരുന്നു. കുട്ടികൾ അവരുടെ ഒരു ടീം ഉണ്ടാക്കിയിരിക്കുന്നു.
ആ ടീം ഒന്നിച്ച് ഒരു നദി ശുദ്ധീകരിക്കുന്നു. അവരൊന്നിച്ച് പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ പോയിട്ട് പർവ്വതത്തെ പൂജിക്കുന്നു. ആ പർവ്വതമുള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നത്. നീ കുട്ടികൾ പറയുന്നത് മുതിർന്നവർ കേൾക്കുന്നു. ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലും സാധിക്കുമോ? കുട്ടികളാണ് പറയുന്നത്. കുട്ടികളുടെ നേതാവായ ഒരാൾ പറയുന്നു, ഇത്രയും നാൾ ദേവേന്ദ്രനെ പൂജിച്ചത്, നമുക്ക് വേണ്ട, നമുക്ക് പർവ്വതത്തെ പൂജിക്കാം. ആ നാട്ടുകാരെല്ലാം പറഞ്ഞു, അത് ശരിയാണല്ലോ, കുട്ടി പറഞ്ഞതിലും യുക്തിയുണ്ടെന്ന് മനസ്സിലാക്കി കുട്ടിയുടെ പറയുന്ന രീതിയിൽ പോകുന്നു. അങ്ങനെ ഒരു ഗ്രാമം അങ്ങനെ വളർന്നു വരികയാണ്. അവിടെ ആൺകുട്ടികൾ, പെൺകുട്ടികൾ എല്ലാവരും ഇമ്പമായി കളിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു യമുനാതീരം. ഈ അമ്പാടിയാണ് കൃഷ്ണനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന അവതാരമൊക്കെ ആയിരിക്കാം, പക്ഷേ ആ അവതാരത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വളരാൻ സാധിച്ചത് മധുരാപുരിയിൽ നിന്ന് അടർത്തി മാറ്റി അമ്പാടിയിൽ കൊണ്ടുപോയപ്പോഴാണ്. നമുക്ക് നമ്മുടെ ഗ്രാമത്തെ അമ്പാടിയാക്കിയാൽ മാത്രമേ നമ്മുടെ വീട്ടിലെ ഉണ്ണികൾ കണ്ണന്മാരായി വളരൂ. അതല്ല, അവർക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ 5 തരത്തിലുള്ള കാര്യങ്ങളുടെ ശിക്ഷണമാണ് എങ്കിൽ അവർ വളരാൻ പോകുന്നത് കംസന്മാരായിട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് അടിക്കടി കേരളത്തിന് അതിൻ്റെ ഗ്രാമീണത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രാമീണത വീണ്ടെടുക്കുന്നതാണ് നല്ല ബാല്യത്തെ സൃഷ്ടിക്കുവാനുള്ള കാരണം എന്നാണ് ബാലഗോകുലത്തിന് പറയാനുള്ളത്. പണ്ട് ഗ്രാമത്തിൽ ഒരാൾ എവിടെയെങ്കിലും നിന്ന്, ഇപ്പോൾ പൊൻകുന്നം ഒരു 30 കൊല്ലത്തിന് മുമ്പ് ഇവിടെ ഒരു അപരിചിതനായ ഒരാൾ, അല്ലെ അപരിചിതയായ ഒരു കുട്ടി കടവാതുക്കൽ കടയുടെ മുമ്പിലൊക്കെ നിൽക്കുന്നത് കണ്ടാൽ കടന്നു പോകുന്ന മുഴുവൻ പേരും ചോദിക്കും, നീ ആരാ കൊച്ചേ, നീ ആരാ കുട്ടി, എവിടുന്നാ വരിക, എന്താ കാര്യം, എല്ലാവരും ചോദിക്കും. ഇന്ന് ഒരാളും ചോദിക്കില്ല. കാരണം എന്താ? അത് എൻ്റെ കാര്യമല്ലല്ലോ. അപ്പം എൻ്റെ കാര്യം എന്താണ്? എൻ്റെ കാര്യം ഞാൻ, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, ഫോണ്, ഈ രീതിയിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ആലോചിച്ച് നോക്കൂ. ജപ്പാനിലെ ഒരു കാര്യം കൂടെ പറയാം. ജപ്പാനിൽ നമ്മുടെ പ്രധാനമന്ത്രി ആദ്യത്തെ തവണ സത്യപ്രതിജ്ഞ ചെയ്ത് അധികമാവുന്നതിന് മുമ്പ് തന്നെ ഒരു സെപ്റ്റംബർ മാസത്തിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു ജപ്പാനിൽ സന്ദർശിച്ചു. ആ സമയത്ത് അവിടുത്തെ അതൊരു സ്കൂളിൽ പോയി. ആ സ്കൂളിലെ അനുഭവത്തെ പറ്റി അദ്ദേഹം ഇവിടുത്തെ കുട്ടികളുമായിട്ട് നടത്തിയ ഒരു ആശയവിനിമയത്തിൽ പറഞ്ഞതാണ്. ജപ്പാനിലെ ചെറിയ കുട്ടികളുടെ സ്കൂളിൽ, അതായത് അങ്കണവാടി കഴിഞ്ഞ് 1-2 ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന സ്കൂൾ, പ്രൈമറി സ്കൂളിൽ കുട്ടികളെ കൂട്ടി വരുന്ന വാഹനം ഒരല്പം അകലെ, ഒരു 500 അടി അകലെ നിർത്തും. എന്നിട്ട് എല്ലാ കുട്ടികളെയും താഴെ നിലത്ത് ഇറക്കി നിർത്തും. എന്നിട്ട് രക്ഷാകർത്താക്കൾ വരും. ഓരോ ദിവസം ഓരോ രക്ഷാകർത്താവിന് ഡ്യൂട്ടി ഉണ്ട്. ഒരു 10-12 രക്ഷാകർത്താക്കൾ അവിടെ നിൽക്കും. ഈ 10-12 രക്ഷാകർത്താക്കൾ ഈ 500 അടി അകലെ ഉള്ള ഭാഗത്ത് ഇടവിട്ട് നിൽക്കും. എന്നിട്ട് ആദ്യത്തെ രക്ഷാകർത്താവ് ഒരു കുട്ടിയെ എടുത്ത് മറ്റേ രക്ഷാകർത്താവിൻ്റെ കൈ കൊടുക്കും. ആ കുട്ടിയെ ആ രക്ഷാകർത്താവ് അടുത്ത രക്ഷാകർത്താവിൻ്റെ കൊടുക്കും. ഇങ്ങനെ 500 അടി വരാനായിട്ട് 10-15 രക്ഷാകർത്താവിൻ്റെ കൈ മാറിയാണ് ഓരോ കുട്ടിയും അവിടെ എത്തുന്നത്. ഇതെന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കുട്ടികൾ തിരിച്ചറിയട്ടെ ഈ സമൂഹം മുഴുവനും കുട്ടിക്ക് വേണ്ടി ഉണ്ട് എന്ന്. എൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല, ഈ സമൂഹം മൊത്തം എൻ്റെയോടൊപ്പം ഉണ്ടെന്ന് ചെറിയ പ്രായത്തിലെ കുട്ടികൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് എന്നാണ് ജപ്പാനിലെ വിദ്യാഭ്യാസ അധികൃതർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ മാത്രമല്ല, എൻ്റെ കുട്ടിയെ എല്ലാ മുതിർന്നവരും ആ ഗ്രാമത്തിലെ മുതിർന്നവരും അവരുടെ കുട്ടിയായി കാണുന്നു. അതുപോലെ എൻ്റെ കുട്ടിയുടെ ഉത്തരവാദിത്തം മാത്രമല്ല എനിക്കുള്ളത്, ഈ സമൂഹത്തിലെ എല്ലാ കുട്ടിയുടെ ഉത്തരവാദിത്തമുണ്ട്. സോഷ്യൽ പേരൻറ്റിങ് എന്ന് പറയും. ഈ സോഷ്യൽ പേരൻറ്റിങ് ഉണ്ടായിരുന്ന കാലത്ത് ബാല്യം അധപ്പതിച്ചു പോവില്ലായിരുന്നു. ഒരു ഉദാഹരണം പറയാം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ LP സ്കൂളിൻ്റെ മുമ്പിൽ ഒരു വട്ടത്തിലുള്ള ഒരു കിണറുണ്ട്. കെട്ടിക്കളത്തിയിട്ടൊന്നുമില്ല. ആ കിണറ്റിൽ എത്തി നോക്കിയാൽ മുഖം കാണുന്നത് ഞങ്ങൾക്ക് വലിയ കൗതുകമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാറുമാരുടെ കണ്ണ് വെട്ടിച്ച് പോയിട്ട് എത്തി നോക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ആ നല്ല അട്ടി കിട്ടി. ഞങ്ങൾക്ക് അട്ടി കിട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ, തൊട്ട് താഴെ ആ റോഡ് സൈഡിൽ മുറുക്കാൻ കട നടത്തുന്ന കൊച്ചാട്ടനാണ് ഒരു വടിയുമായിട്ട് വന്ന് ഞങ്ങൾക്കെല്ലാം ഓരോ അടി തന്നത്. ഇന്നങ്ങനെ അടിക്കുമാരേലും എന്തായിരിക്കും വിഷയം? അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ പേരൻറ്റിങ് എന്ന കൺസെപ്റ്റ് മാറിയതോടുകൂടിയാണ് അത് എന്തുകൊണ്ടാണ് അടിച്ചത് ആ കൊച്ചാട്ടൻ്റെ മോനാണെങ്കിൽ കൊച്ചാട്ടൻ അത് അടിക്കും. ആ കൊച്ചാട്ടൻ്റെ മോൻ്റെ സ്ഥാനത്ത് ഞങ്ങളെ കണ്ടതുകൊണ്ടാണ് അടിച്ചത്, അല്ല സദാചാര പോലീസ് അല്ല. ഈ സദാചാര പോലീസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ബോധപൂർവമാണ്. എന്തിനാണ്? എല്ലാ തെമ്മാടിത്തവും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള മാറ്റി നിർത്തലാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗ്രാമം ഒന്നിച്ച് തീരുമാനമെടുക്കണം. അതാണ് ഗ്രാമം തണലൊരുക്കട്ടെ എന്ന് പറയുമ്പോൾ. ഒരു ഗ്രാമം തീരുമാനിക്കണം. ഇവിടുത്തെ അമ്മമാര്, ഇവിടുത്തെ മുതിർന്നവര്, അവർ തീരുമാനമെടുക്കണം. നമ്മുടെ ഈ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും നന്നായി വരണം. അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണ് എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ മാത്രമേ നമുക്ക് ലഹരിയെ തോൽപ്പിക്കാൻ പറ്റൂ. അപ്പോൾ മാത്രമേ നമുക്ക് അതിര് കടന്ന മറ്റ് കാപട്യങ്ങളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
അപ്പൊ സ്നേഹം നടിച്ച് വശീകരിക്കുവാൻ വരുന്ന ശക്തികളെ തിരിച്ചറിയാൻ അപ്പോഴേ പറ്റുള്ളൂ. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഗ്രാമം തണലൊരുക്കുമ്പോഴാണ് ബാല്യം സഫലമാവുന്നത്. അതിന് നമ്മുടെ ഇടയിൽ ഒരു ഏകോപനം വേണം. ഗണേശോത്സവം അതിനൊരു മാർഗമാണ്. ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും 1.5 മണിക്കൂർ വീതം ഒരുമിച്ച് ചേരുന്ന ബാലഗോകുലം അതിൻ്റെ ഒരു വേദിയാണ്. അവിടെ കുട്ടികൾ സംസ്കാരം പഠിക്കുന്നു ഈ നിലയ്ക്ക്. അപ്പോൾ ഒരു സാമൂഹ്യ ജാഗ്രതയുടെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഓരോ കുടുംബവും സംസ്കാരമുള്ള കുടുംബമായി മാറണം. ഈ കാര്യമാണ് പ്രധാനമായി വരുന്നത്. സാമൂഹ്യ ജാഗ്രത പലരും പറയും, പക്ഷെ ഓരോ കുടുംബത്തിനകത്തും ഒരു ജാഗ്രത ഉണ്ടാവണം. എന്ത് ജാഗ്രത? നമ്മൾ ധാർമ്മികമായ അനുഷ്ഠാനത്തിൻ്റെ രീതിയിലാണ് കുടുംബത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിനുള്ളിൽ ആ ധാർമ്മികാനുഷ്ഠാനം ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം കിഴക്കേ ദിക്കും ഉദിച്ചു വരുന്ന സൂര്യനും വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് ഭാരതീയരുടെ മൊത്തം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാവരും ഉദയം കാണുന്നുണ്ടോ? 6 മണിക്ക് ഏതാണ്ട് അടുപ്പിച്ചാണ് ഉദയം. ആ ഉദയം കണ്ട് തൊഴുന്ന ശീലം നമ്മൾ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുമ്പോൾ അറിയാമല്ലോ. ശ്രീരാമചന്ദ്രൻ എവിടെയായിരുന്നാലും രാവിലെ ആവുമ്പോൾ ഉണർന്നിട്ട് അർക്കോദയം കണ്ടു എന്നെഴുതി വെച്ചിട്ടുണ്ട്. അർക്കോദയം കാണുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാഫല്യമാണ്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ സാഫല്യത്തിൽ 1-ാമത്തെ സ്ഥാനമാണ് ഉദയത്തിന് മുമ്പ് ഉണരുക എന്നുള്ളത്. ദേഹശുദ്ധി വരുത്താൻ സാധിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ പല്ല് തേച്ചു വായുമുഖം കഴുകി എന്നിട്ട് അങ്ങോട്ട് നിന്നൊന്ന് തൊഴുതു, ഇത്രയും ചെയ്യാൻ സാധിക്കില്ലേ? ഗായത്രി മന്ത്രം അറിയാത്തവരാരും ഈ കൂട്ടത്തിലില്ല. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് വായൊക്കെ കഴുകി പല്ലുമൊക്കെ തേച്ച് കിഴക്കോട്ട് നോക്കി തൊഴുതുകൊണ്ട് ഗായത്രി മന്ത്രം ജപിക്കുന്നു എന്നിരിക്കട്ടെ. അവിടെയാണ് മാറ്റം ഉണ്ടാവുന്നത്. അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് ശീലമാവുമ്പോഴാണ് മാറ്റം ഉണ്ടാവുക. ആ ശീലം കൊണ്ടുവരാൻ എന്താ താമസം? എന്താ പ്രശ്നം? 3 മിനിറ്റ് പോലും വേണ്ട. അങ്ങനെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം 11 മണി വരെ ഉറങ്ങുന്ന കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം ഞാൻ പറയാം. ഞായറാഴ്ച അല്ലേ അവർ ഉറങ്ങിക്കോട്ടെ, ഞായറാഴ്ച ഉറങ്ങാൻ പാടുണ്ടോ? സാറൊക്കെ ഇവിടെ ഇരിക്കുന്നു, അറിയാം. ഞായർ എന്ന വാക്കിന് സൂര്യൻ എന്നാണ് അർത്ഥം. സംശയമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നോക്കുക, സൺഡേ എന്ന് പറയും അല്ലേ. അപ്പൊ ഞായർ പടിയുന്ന സ്ഥലം പടിഞ്ഞാറ്, ഞായറിന്റെ വേല ഞാറ്റുവേല. അപ്പൊ സൂര്യൻ എന്ന വാക്കാണ് ഞായർ. അപ്പൊ സൂര്യന് പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം രാവിലെ ഉണരുക തന്നെ വേണം, സൂര്യോദയം കാണണം. എന്ന് മാത്രമല്ല, അധ്യാത്മരാമായണത്തിൽ 11 വരികളിൽ ആദിത്യ ഹൃദയ മന്ത്രമുണ്ട്. പഠിക്കണം കുട്ടികൾ. ജർമ്മൻ ഭാഷ പോയി പഠിക്കുന്നു, ഒരു പ്രയാസവും. ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് പരീക്ഷ എഴുതി ജർമ്മനിക്ക് പോകാൻ വിടുന്നു. എന്നാൽ സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ ദേ നമ, ഇത് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതാ, പക്ഷെ അവൻ പഠിക്കുന്നില്ല. ഇതാണ് അമ്മമാരുടെ അച്ഛന്മാരുടെ. ഞാനതൊക്കെ പറയാറുണ്ട്, പക്ഷെ അവരത് കേൾക്കുന്നില്ല. അങ്ങനെ പറയുന്ന രക്ഷകർത്താവിനോട് ഞാൻ ചോദിക്കാറുള്ളത്, ആദ്യമായി നിങ്ങൾ ആ കുട്ടിയെ ഉടുപ്പിടിക്കുന്ന സമയത്തും കുട്ടി അത് വേണ്ട എന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞോ? ഞാൻ ഇടിപ്പിച്ച് നോക്കിയതാണ്, പക്ഷെ അവൻ ഇടുന്നില്ല, അതുകൊണ്ട് അവൻ ഇല്ലാതെ നടന്നോട്ടെ പറഞ്ഞില്ല. അംഗൻവാടി വിട്ടപ്പോൾ 2-ാമത്തെ ദിവസം പ്രതിഷേധിച്ചാണ് നമ്മുടെ കുട്ടി വന്നത്. ഞാനിനി പോവില്ല എന്ന് പറഞ്ഞു, എനിക്ക് പോണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? പലതരത്തിൽ അനുനയിപ്പിച്ച് സാരമില്ല എന്ന് പറഞ്ഞ് വിട്ടു. അല്ലാതെ ഞാൻ പറഞ്ഞ അവൻ കേട്ടില്ല എന്ന് വെച്ചില്ല. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രം എന്തേ ഇങ്ങനെ? രാമായണം വായിക്കുന്ന കാര്യത്തിൽ എന്തേ? ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ അവൻ കേട്ടില്ല. സന്ധ്യാനാമം ചൊല്ലുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടില്ല. ഇതുകൊണ്ട് കാര്യമില്ല. അവരെ ഒരു സൈക്കിൾ പഠിക്കുന്നത് പോലെ നിത്യേന പ്രാക്ടീസ് ചെയ്താൽ അത് സാധിക്കും. ഒരു പ്രയാസവുമില്ല. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ഇതൊന്നും പറയാൻ പ്രയാസമില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ച 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്വയംപ്രഭാസ്തുതി വായിക്കാമെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഇതിന് യാതൊരു സംശയമില്ല. അവൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് വരണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സംഗതി, രാവിലെ ഉദയത്തിൻ്റെ ഒരു സംഗതി. 2-ാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം വീട്ടിലുണ്ടാവണം. പണ്ടൊക്കെ അത് നിലവിളക്ക് കത്തിക്കുന്ന സമയമായിരുന്നു. സന്ധ്യയാവും, എവിടെ പോയാലും വേണ്ടില്ല, വൈകിട്ട് വിളക്ക് വെക്കുമ്പോൾ വീട്ടിൽ വരണമെന്ന് പറയും. പക്ഷെ ഇന്നത് നടക്കില്ല, ജോലി മറ്റു പല കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, അത്താഴത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും ഒരുമിച്ചാവാൻ പറ്റില്ലേ? ചേട്ടൻ്റെ ഭക്ഷണം എടുത്തുകൊണ്ട് ചേട്ടൻ്റെ മുറിയിൽ പോയിരുന്ന് കഴിക്കുന്നു, ചേച്ചി എപ്പോഴെങ്കിലും കഴിക്കുന്നു. അങ്ങനെ ആവാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുക. ആ അത്താഴം കഴിക്കുന്ന സമയം പരമാവധി നീട്ടുക. 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ. പണ്ടുള്ളതും പഴയ കാര്യങ്ങളും ബന്ധങ്ങളുടെ കാര്യങ്ങളും ചിരിയും തമാശയും ഒക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കുക.
അങ്ങനെ ഒരു ഒരുമ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ലേ? അതിനുശേഷം കയ്യും വായും മുഖവും ഒക്കെ കഴുകിയിട്ട് എന്നാൽ നമുക്ക് ഒരുമിച്ച് ഒരു കീർത്തനം ചൊല്ലിയിട്ട് പോവാം. അപ്പോൾ എന്താ പിന്നെ മഹാലക്ഷ്മി അഷ്ടകമാവട്ടെ. അപ്പോൾ നമസ്തേസ്തു മഹാദേവി മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലിയിട്ട് കിടക്കാം. അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കാൻ എന്താ പ്രയാസം? ഞാൻ 2 ദിവസം മുമ്പ് ഒരു കുടുംബയോഗത്തിൽ ഈ കാര്യം പറഞ്ഞു. കുടുംബയോഗം എന്ന് പറഞ്ഞാൽ കുറച്ച് വരെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു അമ്മ പറഞ്ഞ ഒരു സംശയം ഇതാണ്, പക്ഷെ മിക്കവാറും വൈകിട്ട് വീട്ടിൽ നോൺ വെജ് ആയിരിക്കും, അപ്പോൾ അത് കഴിച്ചിട്ട് കീർത്തനം ചൊല്ലാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞാൽ നോൺ വെജ് ഇല്ലാതെ പറ്റില്ല, അപ്പോൾ പിന്നെ കീർത്തനം വേണ്ടാന്ന് വെക്കാം. അപ്പോൾ എന്താ പരിഹാരം? എന്താ? മാംസത്തിനോടാണോ നമുക്ക് എതിർപ്പ്? ആണെങ്കിൽ നമ്മുടെ നാക്കും നമ്മുടെ ശരീരാവയവങ്ങളും ആന്തരിക അവയവങ്ങളും എല്ലാം മാംസമല്ലേ? ആ മാംസം കൊണ്ടല്ലേ ജപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എതിർപ്പ് അശുദ്ധിയോടാണ്. അശുദ്ധമാവാനുള്ള സാഹചര്യങ്ങളുണ്ട് മാംസം കൈകാര്യം ചെയ്യുമ്പോൾ. അങ്ങനെ അശുദ്ധി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. കൈ നന്നായി സോപ്പിട്ടൊന്ന് കഴുകുക, പല്ല് തേച്ച് കഴുകുക. അങ്ങനെയാണെങ്കിൽ വായിലെയും കയ്യിലെയും അശുദ്ധിയൊക്കെ പോയി നാമം ജപിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അപ്പം എന്തെങ്കിലും ഒഴിവ് പറഞ്ഞത് മാറ്റിവെക്കുന്ന ഒരു പ്രവണത ഭയങ്കരമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. ഭാഗവതം വായിക്കാമോ? ഭാരതം വായിക്കാമോ? രാമായണം വായിക്കാമോ? എല്ലാ സമയത്തും വായിക്കാമോ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. മരണം നടന്ന വീട്ടിൽ പിറ്റേ ദിവസം മുതൽ വിളക്ക് കത്തിക്കില്ല, നാമം ജപിക്കില്ല, ഒന്നും ചെയ്യില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ മരണം നടന്ന വീടല്ലേ, TV വെക്കാം, കുഴപ്പമില്ല. മരണം നടന്ന വീടാണെങ്കിൽ TV വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ പണ്ട് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അവിടെ സന്തോഷമില്ല, ഗൃഹനാഥൻ മരിച്ചുപോയി, അവിടെ ആകെ സങ്കടത്തിലാണ്, അതുകൊണ്ട് പറഞ്ഞ് എണ്ണയിലിട്ടൊന്നും കാച്ചിക്കൂടാ, അതൊക്കെ സന്തോഷം ആഹ്ലാദം. ഇതെല്ലാം ആവാം, വെളിയിൽ നിന്നാണ് ഭക്ഷണം വരുത്തുന്നത്, അതൊക്കെ കഴിക്കാം. പക്ഷെ ഒറ്റ കാര്യം മാത്രം, വിളക്ക് കത്തിക്കില്ല, നാമം ജപിക്കില്ല. എൻ്റെ സംശയം ഈ മരിച്ചു കിടക്കുന്ന, ഇവിടെയൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, മരിച്ചു കിടക്കുന്ന ആളിൻ്റെ തലയ്ക്കൽ നിലവിളക്കാണ് കത്തിച്ച് വെക്കാറുള്ളത്. ഞങ്ങളുടെ അവിടെയൊക്കെ അവിടെ ഇരുന്ന് ഭാഗവതം വായിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഈ ജഡം സംസ്കരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ വിളക്ക് കത്തിക്കില്ല, ഭാഗവതം വായിക്കില്ല, അല്ലെ നാമം ജപിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് പൊരുള്? അപ്പോൾ വേണ്ടെന്ന് വെക്കാൻ ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിക്കാം. ഒക്കെ ആചാര്യനാണ് പറയേണ്ടത്. ആചാര്യൻ പറഞ്ഞു വെച്ചു, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും തിരുനാമ കീർത്തനം ഇതൊരു നാളും ആർക്കുമുടൻ അരുതാത്തതല്ല. വ്യക്തമാണ്, ഒരു സംശയമില്ലാതെ വ്യക്തമാണ്. മന്ത്രവും ഒന്നുമല്ല നമ്മൾ ജപിക്കുന്നത്, താന്ത്രിക വിധി പ്രകാരമുള്ള യജ്ഞമൊന്നുമല്ല ഇത്. അതിനാണെങ്കിൽ വേറെ കണ്ടീഷനുണ്ട്. നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുള്ള ഒരു ജപമെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടാവണം. അത് വൈകുന്നേരം അത്താഴം കഴിഞ്ഞായിക്കോട്ടെ, ആണെങ്കിൽ അങ്ങനെ ആവാം. അതുപോലെ ഞാൻ മുമ്പ് മൊബൈൽ ഡേറ്റയുടെ ഹാബിറ്റൊക്കെ പറഞ്ഞു. 2 മണിക്കൂർ, ഒരു ജീവിതത്തിലെ ഏറ്റവും തെളിച്ചമുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള 1 മണിക്കൂറും ഉണർന്ന് കഴിഞ്ഞുള്ള 1 മണിക്കൂറുമാണ്. ഈ 2 മണിക്കൂർ ഡേറ്റ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? 10 മണിക്കാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ 9 മണിക്ക് ഫോൺ ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റുമോ? ഓഫ് ചെയ്യണമെന്നില്ല, ഫോൺ മാറ്റി വെച്ചു, കോൾ വരുന്നതിൽ എടുത്തോളൂ, ഡേറ്റ ഉപയോഗിക്കുന്നില്ല. അതുപോലെ രാവിലെ 5 മണിക്ക് നിങ്ങൾ ഉണരും, 6 മണി വരെ നിങ്ങൾ അതിൽ നോക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ. ഈ 2 മണിക്കൂർ മാത്രം അത് മാറ്റിവെച്ചാൽ പോലും നമ്മുടെ ബുദ്ധിക്ക് ഒരു പ്രകാശം ഉണ്ടാവും, സംശയമില്ല. ഇങ്ങനെയുള്ള ചെറിയ അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ, ചെയ്ത് ശീലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുന്നത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോൾ മുതലേ കുട്ടികളുടെ ചുമതലയാണെന്ന് വരണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അങ്ങനെ ചിലത് ചെയ്ത് ശീലിച്ച് വരുമ്പോഴാണ് ഈ സംസ്കാരം അവരിലുണ്ടാവുന്നത്, സഫലമായ ബാല്യം ഉണ്ടാവുന്നത്. അതിന് നമ്മൾ കൃത്യമായ അരങ്ങ് ഒരുക്കി കൊടുക്കുക തന്നെ വേണം. നമ്മുടെ ഓരോ വിശേഷ മുഹൂർത്തങ്ങൾ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമ്മൾക്കറിയില്ലെങ്കിൽ സമ്പാദിച്ച് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഒരു അനുഭവം പറയാം. അതായത് കുടജാദ്രിയിൽ ശങ്കരപീഠത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. മൂകാംബികയിൽ നിന്ന് കുടജാദ്രി മല കയറി അവിടെ ഇരിക്കുകയാണ്. കുറച്ച് നേരം സ്വസ്ഥമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2 പെൺകുട്ടികളും ഒരു അമ്മയും കൂടെ നടന്നു വരുന്നു. അവരുടെ അച്ഛൻ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് മൊബൈലിൽ. അപ്പോൾ ഇവർ നടന്നു. അതിലെ ഇളയ കുട്ടി ഈ ശങ്കരപീഠത്തിൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, അത് ആരാ അമ്മേ? ഏതാ? ഈ ശങ്കരാചാര്യരുടെ വിഗ്രഹം കണ്ടിട്ട് ഇളയ കുട്ടി ചോദിച്ചു, അത് ആരാ അമ്മയെന്ന് ചോദിച്ചു. അമ്മയുടെ മറുപടി, അറിയില്ല, തൊഴുതോളൂ. അറിയില്ല, തൊഴുതോളൂ. ഇനി അതുവഴിയാണ് നമുക്ക് ദ്രവ്യലാഭം കിട്ടുന്നതെങ്കിൽ തൊഴാതിരിക്കണ്ട, അതുകൊണ്ട് തൊഴുതോളൂ, അറിയില്ല.
അപ്പോൾ ആ കുട്ടിയെ തൊഴുതിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ശങ്കരാചാര്യരാണ് മോളെ, കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ചേച്ചി, അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ചേച്ചിയുണ്ട് കൂടെ. ചേച്ചി +2 ഹ്യൂമാനിറ്റീസ് ആണ്. ചേച്ചി കേട്ടിട്ടില്ല ശങ്കരാചാര്യർ. അമ്മയോട് ചോദിച്ചു, അമ്മ കൊല്ലംകാരിയാണ്. അമ്മ പറഞ്ഞു കേട്ടിട്ടില്ല. ശങ്കരാചാര്യർ ഒന്നും കേട്ടിട്ടില്ല. കാലടി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ കുട്ടി പക്ഷേ പോകാൻ നേരത്തെ എന്നോട് ചോദിച്ചു, ഇവിടെയാണോ ശങ്കരാചാര്യർ ജനിച്ചത്? കുട്ടിക്ക് ഉള്ള ഒരു കൗതുകത്തിൽ ചോദിച്ചാ. അപ്പോൾ അറിയണമെന്ന് ആഗ്രഹം കുട്ടിക്കുണ്ട്, പക്ഷെ അറിയിക്കാനുള്ള അവസ്ഥ നമുക്കില്ല. അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം മാതാപിതാക്കൾക്കുമില്ല. അതുകൊണ്ട് ഗണേശ ചതുർത്ഥി വരുമ്പോൾ അല്ലെങ്കിൽ ദീപാവലി വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം വരുമ്പോൾ എന്താണത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണ്ടേ? മലയാള മാസം 12 മാസങ്ങളുടെയും പേര് നമ്മുടെ കുട്ടി പറയണ്ടേ? നാളെ 27 27 നാളും എൻ്റെ കുട്ടിക്ക് അറിയാം എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കണ്ടേ? ഇംഗ്ലീഷിലെ സ്പെല്ലിങ് തെറ്റാതെ പറയുന്നത് പോലെ പ്രധാനമാണ് നാളുകളുടെ പേര് പഠിക്കുന്നതും എന്ന് തിരിച്ചറിയണ്ടേ? അപ്പോൾ ആ നിലയ്ക്കുള്ള വിജ്ഞാനം ആര് കൊടുക്കും? നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓണം വരുന്നു, എല്ലാവരും ഹാപ്പി ഓണം വിശ്വസിക്കുന്ന ഹാപ്പി ഓണം. ഈ ഓണം ആരുടെ ഉത്സവം? മലയാളിയുടെ ഉത്സവം. മലയാളിക്ക് സ്വന്തം ഉത്സവത്തിൽ ആശംസ കൊടുക്കാൻ പോലും മലയാളം പറ്റില്ലേ? നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട്, ഇവിടെ അച്ഛനമ്മമാരുള്ളവർ അല്ലെ കുട്ടികളുമൊക്കെ വീട്ടിൽ പോയിട്ട് അവരുടെ മലയാളം നോട്ട് ബുക്ക് തുറന്നു നോക്കണം. എന്നിട്ട് അതിൽ മലയാളം എന്ന് മലയാളത്തിലാണോ എഴുതിയിരിക്കുന്നത് നോക്കണം. മലയാളം എന്ന പേരെഴുതാനെങ്കിലും മലയാളം വേണ്ടേ? അത് MA LA YA അങ്ങനെയാണോ എഴുതേണ്ടത്? അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ? A+ കിട്ടിയവരുടെ മീറ്റിങ്ങിൽ ഞാൻ ചോദിക്കാറുണ്ട് സ്ഥിരം. സ്കൂളിൽ A+ കിട്ടിയവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഭാരതത്തിൻ്റെ 4 അതിരുകൾ പറയുക. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കുക, ഏതെങ്കിലും കുട്ടിക്ക് പറയാമോ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ 4 അതിർത്തികൾ, 4 അതിരുകൾ? കിഴക്കെന്താണ്, പടിഞ്ഞാറെന്താണ്, വടക്കെന്താണ്, തെക്കെന്താണ്? ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം. ഉറക്കെ പറയാം. ആർക്കെങ്കിലും പറയാം. അരവിന്ദ വിദ്യാമന്ദിരമൊക്കെ പഠിക്കുന്നവരുണ്ട്. ഭാരതത്തിൻ്റെ വടക്കേ അതിര്, തെക്കേ അതിര്, കിഴക്കേ അതിര് അറിയോ? അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചു നോക്കുക. ഇത് അറിയേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇത് അറിയേണ്ടതല്ലേ? പല കാര്യങ്ങളും അവർക്ക് അറിയാമായിരിക്കും, പക്ഷേ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ അറിവ് വേണ്ടേ? ശങ്കരാചാര്യരെ അറിയണ്ടേ? എഴുത്തച്ഛനെ പറ്റി എന്തായാലും ഒരു 2 വാചകം പറയാൻ അറിയണ്ടേ? ആ നിലയ്ക്കുള്ള ഒരു സംസ്കാരം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഞാൻ പറയുന്നു, ഓണത്തിൻ്റെ കഥ നമുക്കറിയാം. ഓണത്തിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ എല്ലാവരും കേട്ട കഥ നമ്മളും പറയുന്നു. എല്ലാവരും കേട്ട കഥ അവിടെ നിൽക്കട്ടെ, അതിനൊരു സാമൂഹ്യ മാനമൊക്കെ ഉണ്ട്. പക്ഷെ ഭാഗവതത്തിൽ എന്താ പറയുന്നത്? ഈ കഥയ്ക്കൊക്കെ അടിസ്ഥാനം ഭാഗവതമാണ്. ഭാഗവതത്തിൽ എന്താ പറയുന്നത്? മഹാബലി ആവുന്നതിന് മുമ്പ് ബലിയായിരുന്നു. ഈ ബലി ആരാണ്? ബലിയുടെ അച്ഛൻ ആരാണ്? അച്ഛൻ്റെ അച്ഛൻ ആരാണ്? ബലിയുടെ അച്ഛൻ വിരോചനന്റെ അച്ഛൻ പ്രഹ്ലാദന് വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചതെന്ന് ഓർക്കണം. അപ്പൊ ഭഗവാന്റെ വാത്സല്യഭാജനമായ പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് ബലി. ഇനി ഈ ബലിയോട് 3 അടി ഭൂമി ചോദിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ 3 അടി ഭൂമി മാത്രമാണോ ചോദിച്ചത്? അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഭാഗവതത്തിൽ പറയുന്നത്, എനിക്ക് സ്വസ്ഥമായിരുന്ന് ധ്യാനിക്കുവാൻ 3 അടി ഭൂമി വേണം എന്നാണ്. ഏതെങ്കിലും 3 അടി ഭൂമി പോരാ, എനിക്ക് സ്വസ്ഥമായിരുന്നു ധ്യാനിക്കുവാൻ 3 അടി ഭൂമി വേണം. ഈ ചോദ്യം നമ്മളോട് ഭഗവാൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കൂ. 3000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് നിനക്കുണ്ട്. എവിടെയാണ് എനിക്കിരിക്കാൻ 3 അടി ഭൂമി? അത് സ്റ്റെയർ കേസിൻ്റെ കീഴിലാണോ? അതോ ഒരു അലമാര പോലൊരു സാധനം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൂട്ടി വെക്കുന്ന സാധനത്തിലാണോ? അങ്ങനെ റെഡിമെയ്ഡ് കിട്ടും, അവിടെ പൂട്ടി വെച്ചാൽ മതി, പിന്നെ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണോ? ഇത് ഭഗവാൻ ചോദിക്കുകയാണ്, എനിക്ക് സ്വസ്ഥമായിരുന്ന് ധ്യാനിക്കുവാൻ നിന്റെ ഈ മഹാസാമ്രാജ്യത്തിൽ എവിടെയാണ് ഭൂമി? ഇതാണ് ബലിയോട് ചോദിച്ചത്. ബലി ഞെട്ടിപ്പോയി. കാരണം സകല സൗഭാഗ്യങ്ങളും ഭക്ഷണപാനീയങ്ങളും കൂത്താട്ടങ്ങളും ഒക്കെ ബലിയുടെ സാമ്രാജ്യത്തിലുണ്ട്. പക്ഷേ സ്വസ്ഥനായിരുന്ന് ധ്യാനിക്കുവാൻ പറ്റുന്ന അന്തരീക്ഷം ആ സാമ്രാജ്യത്തിലില്ല. അവിടെ ദൈവികതയില്ല, ഭൗതികതയുണ്ട്. അതാണ് ഭഗവാന്റെ ആദ്യത്തെ ചോദ്യം. ഇനി 2, നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ദിവസം 24 മണിക്കൂറാണ്. പഴയ കണക്കിൽ പറഞ്ഞാൽ 60 നാഴിക. ഈ 60 നാഴികയിൽ 1 നാഴിക തികച്ചു ചൊല്ലാനുള്ള, 24 മിനിറ്റാണ് 1 നാഴിക. 1 നാഴിക തികച്ചു ചൊല്ലാനുള്ള നാമങ്ങൾ അറിയാമോ?
24 മിനിറ്റ് ചൊല്ലാനുള്ള നാമം അറിയാമോ? 24 മിനിറ്റെങ്കിലും നാമം ചൊല്ലുന്ന ശീലമുണ്ടോ? ഇന്നലെ 24 മിനിറ്റെങ്കിലും നാമം ചൊല്ലിയോ? മിനിഞ്ഞാന്ന് 24 മിനിറ്റെങ്കിലും നാമം ചൊല്ലിയോ? എല്ലാവരും ആ ചോദ്യം അവനവനോട് ചോദിക്കണം. ഈ 2 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ തല കുമ്പിട്ടു പോകുന്നെങ്കിൽ അതാണ് ബലിയുടെ മസ്തകം കുമ്പിട്ടതിൻ്റെ പൊരുൾ. അവിടെ ഭഗവാനോട് പറയുകയാണ്, എന്നെ സത്യവാക്കാക്കിയാലും അവിടുത്തെ പാദം അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആ പാദം എൻ്റെ ശിരസിൽ അർപ്പിച്ചാലും എനിക്ക് അങ്ങയെ ധ്യാനിക്കുവാൻ ഇതാ ഒരിടം, അങ്ങയുടെ നാമം ചൊല്ലുവാൻ ഇതാ ഒരിടം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ബലി തൻ്റെ ശിരസ് സമർപ്പിച്ചപ്പോഴാണ് ആ ബലി മഹാബലിയായി മാറിയത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആസുരികത മാറിയത്. അതുവരെ ഭൗതികമായ സമൃദ്ധിയാണ്. അപ്പോൾ ഓർക്കൂ, ഓണം ഭൗതികമായ സമൃദ്ധി അല്ല. ഈ ഭൗതികമായ സമൃദ്ധി അത്രയും ഈശ്വരീയമാണെന്ന തിരിച്ചറിവാണ് ഓണം ഉണ്ടാക്കുന്നത്. ഓണം എന്ന് പറയുന്നത് അതാണ്, ഭൗതികമായ മികവല്ല. ആ ഭൗതികമായ മികവിനൊക്കെ അടിസ്ഥാനമായുള്ളത് ഈശ്വരീയമായ സംഗതിയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു 10-20 വർഷം മുമ്പ് രാവിലെ ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തി വിറക് കീറാൻ ഏൽപ്പിച്ചു. അയാളുടെ നല്ല ശരീരത്തിൻ്റെ കരുത്തുകൊണ്ട്, അയാളുടെ ആയുധത്തിൻ്റെ മിടുക്ക് കൊണ്ട് അയാൾ രാവിലെ മുതൽ വൈകുന്നേരം നിന്ന് വിറക് കീറി. ആ വിറക് കീറിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് അന്നത്തെ കാലത്ത് ഒരു 500 രൂപ കൊടുക്കുന്നു. ഈ 500 രൂപ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, ഈ 500 രൂപ വാങ്ങിച്ചിട്ട് ഇയാളുടെ വിയർപ്പ് കൊണ്ടും അധ്വാനം കൊണ്ടും ഉണ്ടായതാണ്. പക്ഷേ ഈ 500 രൂപ വാങ്ങിച്ചിട്ട് അയാൾ ആദ്യം ചെയ്യുന്നത് അത് കണ്ണിൽ വെച്ചിട്ട് തൻ്റെ കയ്യിലേക്ക്. എന്തിനാണ്? അയാൾ അത് പ്രേരിപ്പിച്ചെന്താ? അയാളുടെ അധ്വാനം കൊണ്ടുണ്ടായതല്ലേ 500 രൂപ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സെന്താ? അത് ഭഗവാൻ തന്നു. ഈ അടുത്ത കാലം വരെ കേരള ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരായിട്ട് കയറുന്നവരെല്ലാം പറയുന്നൊരു വാചകം പത്മനാഭൻ്റെ പൈസ വാങ്ങാൻ പറ്റുന്നു എന്നാണ്. ശ്രീപത്മനാഭൻ്റെ ചക്രമാണ് എന്ന് പറഞ്ഞാണ് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്ത് അങ്ങനെ? ഞാൻ അധ്വാനിച്ചിട്ട്, ഞാൻ പഠിച്ച്, ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷേ അതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഈശ്വരീയതയാണ്. ഈ ഈശ്വരീയതയെ മറക്കുമ്പോഴാണ് നമ്മൾ ഭൗതികമായ ഭ്രാന്തിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഗൃഹം ഗൃഹസ്ഥാശ്രമമാണ് എന്ന് ചിന്തിക്കുക. വീട് എന്നല്ല പറഞ്ഞ, ഗൃഹം ഗൃഹസ്ഥാശ്രമമാണ്. അപ്പോൾ ആശ്രമമാണെന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ജപവും ധ്യാനവും മാത്രം മതി എന്നല്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ സപ്തർഷികളെല്ലാം ഭാര്യാസമേതരും പുത്രസമേതരുമായിട്ടാണ് അവരുടെ ജീവിതം നയിച്ചത്. വസിഷ്ഠന് അരുന്ധതിയുണ്ട്, അല്ലേ? ലോപാമുദ്രയുണ്ട് അഗസ്ത്യന്, അനസൂയയുണ്ട് അത്രി മഹർഷിക്ക്. അവർ കുടുംബജീവിതം നയിച്ചവരാണ്, മക്കളുണ്ട് അവർക്ക്. അവരങ്ങനെ ജീവിച്ചു. പക്ഷെ അവരുടെ ഉള്ളിൽ ഈശ്വരീയതയ്ക്ക് 1-ാം സ്ഥാനം, ബാക്കി എല്ലാ ഭൗതിക സമൃദ്ധിയും 2-ാമതാണ്. ഭൗതിക സമൃദ്ധി വേണ്ടെന്നല്ല, അത് വേണം, പക്ഷെ അത് 2-ാമതാണ്. ഈ ഈശ്വരീയ ബോധം ആർക്കുണ്ടോ അവിടെ ബാല്യം സഫലമായി വളരും. അപ്പോൾ ഇതിനുള്ള അന്തരീക്ഷം എവിടെ ഉണ്ടാവണം? വീടുകളിൽ ഉണ്ടാവണം. അങ്ങനെ വീടുകളിൽ അത് ഉണ്ടാവുന്നുണ്ടോ എന്ന് ഗ്രാമം ഉറപ്പാക്കണം. ബാലഗോകുലം ഇപ്പോൾ ചെയ്തു വരുന്നത്, ഗോകുലത്തിൽ വരുന്ന കുട്ടികളുടെയും അവരുടെ രക്ഷാകർത്താക്കളുടെയും കൂടി യോഗം വിളിച്ചിട്ട് എത്ര വീട്ടിൽ ഗായത്രി നിത്യശീലമാക്കാൻ പറ്റും. അപ്പോൾ ഒരു 15-20 പേര്. ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും വരുമ്പോൾ ഇന്ന് ഈ ആഴ്ച ഗായത്രി ചൊല്ലിയിട്ട് വന്നവർ എത്ര പേര് ചോദിച്ച് അത് ഉറപ്പാക്കി പോകുന്നു. അത്താഴം കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ച് നാമം ചൊല്ലിയിട്ട് കിടന്നത് എത്ര വീട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങളിലൂടെ അവരെ ഉറപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു 50 വീട് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. ആ 50 വീടിനും ഐശ്വര്യം ഉണ്ടാവുന്നു. ആ 50 വീടും ചേർന്നൊരു യൂണിറ്റി ഉണ്ടാവുന്നു. അങ്ങനെ ഗ്രാമം ഒരുക്കുന്ന തണലിൽ ബാല്യം സഫലമായി വളരുന്നു. അവിടെ ഭഗവത്ഗീത അറിയാവുന്ന കുട്ടികളുണ്ട്. ഏതെങ്കിലും 1-2 ശ്ലോകമല്ല, ഒരധ്യായം മുഴുവനായിട്ടറിയാം. അപ്പോൾ അങ്ങനെ അറിയാം, അവരത് ചൊല്ലുന്നു. അതുപോലെ ദേശഭക്തി ഗാനങ്ങൾ, ഒരു 4-5 ദേശഭക്തി ഗാനം അറിയാം. തിരുവാതിര കളിക്കാൻ അറിയാം, വഞ്ചിപ്പാട്ട് പാടാൻ അറിയാം, നല്ല നല്ല നാടൻ പാട്ടുകൾ അവർക്ക് അറിയാം. എഴുത്തച്ഛനെ, കുഞ്ചൻ നമ്പ്യാരെ, കുമാരനാശാനെ അറിയാം. അങ്ങനെ മലയാളത്തിലെ മാസങ്ങളും ആഴ്ചകളും ഒക്കെ അവർക്ക് അറിയാം. ഈ നിലയ്ക്ക് വളർന്നു വരുന്ന ഒരു ഗ്രാമത്തെയാണ് സഫലമായ ബാല്യത്തെ വളർത്താനുള്ള അമ്പാടിയായി ബാലഗോകുലം കണക്കാക്കുന്നത്. കേരളത്തിലെമ്പാടുമുള്ള 5000 ഗ്രാമങ്ങളെ അമ്പാടി ഗ്രാമങ്ങളാക്കുക എന്ന ലക്ഷ്യമാണ് ബാലഗോകുലത്തിനുള്ളത്. അതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചിങ്ങമാസം 15-ാം തീയതി, അതായത് വരാൻ പോകുന്ന ഞായറാഴ്ച പൂർണ്ണ വികാസ ദിനം എന്നുള്ള നിലയിൽ ആചരിക്കുകയാണ്. 5000 സ്ഥലത്ത് കരുണാമുരളീധാര എന്ന പ്രാർത്ഥന ചൊല്ലുന്ന ഗോകുലങ്ങൾ ആരംഭിച്ചുകൊണ്ട്
ഗോകുലം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ കയ്യിലൊരു പുസ്തകവുമായിട്ട് പോകാൻ പറ്റുന്ന ബാലവായനശാലകൾ തുടങ്ങിക്കൊണ്ട് ഗ്രാമത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് ബാല്യത്തെ സഫലമാക്കുക, ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ബാലഗോകുലം മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ബാല്യം സഫലമാവാൻ വേണ്ടിയിട്ട് ഗ്രാമം ചെയ്യേണ്ടത് എന്ന് ബാലഗോകുലം കരുതുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സത്സംഗം. ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ സാഹചര്യം ഒരുങ്ങിയത് ഈ ഗ്രാമം ഇവിടെ ഒരുക്കിയ ഗണേശോത്സവം എന്ന തണൽ കൊണ്ടാണ്. ഇങ്ങനെ ഒരു തണൽ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് സമ്മാനം വാങ്ങാൻ പറ്റിയത്, രാമനെയും സീതയും വരയ്ക്കാൻ പറ്റിയത്, അതിന് നിറം കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ ഈശ്വരീയമായ ചുറ്റുപാടിലൂടെ ഭൗതികമായി വളർന്നു വരാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് നമ്മുടെ നാടിനോട് ഇമ്പമുണ്ടാവുന്നത്. അങ്ങനെ ആത്മീയതയിൽ ഉറച്ച ഭൗതികത, അതാണ് ഈ ഭാരതം എക്കാലത്തും ആഗ്രഹിച്ചിരുന്നത്. ആ ആശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു കുഞ്ഞു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 5 വിരലുകൾ. ഈ വിരലിൻ്റെ പേര് തള്ളവിരൽ, ഇതിൻ്റെ പേര് ചൂണ്ടുവിരൽ, ഇതിൻ്റെ പേര് നടുവിരൽ, ഇത് മോതിരവിരൽ, ഇത് അണിവിരൽ. ഈ 5 വിരലും കൂടി നേതാവിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആര് വേണം നേതാവാകാൻ? അപ്പോൾ ഈ വിരൽ പറഞ്ഞു ഞാനാണ്, കാരണം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു, തടിമിടുക്കുണ്ട്, നിങ്ങളുടെ തള്ളയാണ്, അതുകൊണ്ട് ഞാനാണ്. അപ്പോൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാനാണ് ആജ്ഞാശക്തിയുള്ളത്, ചൂണ്ടി നിർത്താനൊക്കെ എനിക്കാണ് പറ്റുക. രാജാവാണെങ്കിൽ നേതാവാണെങ്കിൽ ആജ്ഞാശക്തി വേണം, അതുകൊണ്ട് ഈ വിരൽ പറഞ്ഞു ഞാനാണ് കേമൻ. നടുവിരൽ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അറിയാം തലപ്പൊക്കം എനിക്കാണ്, അപ്പുറത്ത് 2 പരിചാരകർ, ഇപ്പുറത്ത് 2 പരിചാരകർ, ഞാൻ നടുക്ക് അങ്ങനെ ഉയർന്ന്, അതുകൊണ്ട് ഞാൻ തന്നെ നേതാവ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഈ വിരൽ പറഞ്ഞു നിങ്ങളൊക്കെ വിഡ്ഢികളാണ്, മനുഷ്യർക്കറിയാം ആരെയാണ് മാനിക്കേണ്ടതെന്ന്. മനുഷ്യർ രാജാവിൻ്റെ തലയിലാണ് സ്വർണ്ണ കിരീടം വെക്കുന്നത്, അതുപോലെ ഈ വിരലിൽ കിരീടം ചാർത്തിയിട്ടുള്ളത് ഞാൻ മാത്രമാണ്, അതുകൊണ്ട് ഞാനാണ് രാജാവ്, നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണത്. അപ്പോൾ ഈ 4 പേരുടെയും വാദങ്ങൾ കേട്ടിട്ട് മിണ്ടാതെ നിന്ന ചെറുവിരലിനോട് ചോദിച്ചു നിനക്കൊന്നും പറയാനില്ലേ? ചെറുവിരൽ പറഞ്ഞു ഞാൻ ചേട്ടനെ പോലെ തടിച്ചിട്ടല്ല, ഞാൻ ചേട്ടനെ പോലെ ആജ്ഞാശക്തിയുള്ളയാളല്ല, ഈ ചേട്ടനെ പോലെ തലപ്പൊക്കം എനിക്കില്ല, ഈ ചേട്ടനെ പോലെ സൗഭാഗ്യവും എനിക്കില്ല, പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല. എന്താണ്? കത്തിച്ചു വെച്ച വിളക്കിന് മുമ്പിൽ കൂപ്പ് കൈയോടെ നിൽക്കുമ്പോൾ ഞാൻ 1-ാം സ്ഥാനത്താണ്. കൈകൂപ്പി നിൽക്കുമ്പോൾ ഈശ്വരൻ്റെ മുമ്പിൽ ഞാൻ ആദ്യം, ഈശ്വരൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഞാനാണ്. അപ്പോൾ അളക്കപ്പെടേണ്ടത് ഈശ്വരൻ്റെ മുമ്പിലാണ് എന്ന തോന്നൽ നമുക്കുണ്ടാവണം. ഞാൻ വായിൽ വെക്കുന്ന ഒരു സാധനം, ഒരു കൂൾ എന്ന് പറഞ്ഞ സാധനം കൂട്ടുകാരൻ തന്നപ്പോൾ വായി വെക്കാതിരുന്നത് സാറ് പഠിപ്പിച്ച ശാസ്ത്രം ഓർത്തിട്ടല്ല, അച്ഛനെ പേടിച്ചിട്ടോ അല്ല, പോലീസിനെ പേടിച്ചിട്ടോ അല്ല, പിന്നെയോ ഈശ്വരൻ്റെ മുമ്പിൽ എൻ്റെ സ്ഥാനം 1-ാമതാകാതെ പോകും എന്നതുകൊണ്ടാണ്. ഞാനൊരു അശ്ലീല സന്ദേശമുള്ള, അശ്ലീല കണ്ടന്റുള്ള ഒരു ഫയൽ തുറക്കാതിരുന്നത് ഈശ്വരൻ്റെ മുമ്പിൽ ഞാൻ 1-ാമതല്ലാതെ പോകും എന്നതുകൊണ്ടാവണം. അപ്പോഴാണ് ബാല്യം സഫലമാവുന്നത്. ഈ ചെറുവിരലിനെ പോലെ ഈശ്വരൻ കണക്കെടുക്കുമ്പോൾ 1-ാമതെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ, അപ്പോൾ നമ്മുടെ ബാല്യം സഫലമാവും. അതിനുള്ള വിഘ്നങ്ങളെല്ലാം വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ ഒഴിവാക്കി തന്ന് ഈ ബാല്യത്തെ സഫലത്തിലേക്ക് എത്തിക്കുവാൻ കഴിയട്ടെ. ഈ വരുന്ന ശ്രീകൃഷ്ണ ജയന്തിയും ഓണവും ഒക്കെ അതിനുള്ള പ്രേരണയായി ഭവിക്കട്ടെ.